Namaskaram. Hi, hello, welcome back to my YouTube channel, My Twin Flame Yatra. Hope നിങ്ങൾ എല്ലാം ഡിവൈൻ്റെ ഗൈഡൻസോട് നിങ്ങൾക്ക് വേണ്ടി ജോണി മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു വിതൗട്ട് ഗിവിംഗ് അപ്പ് ഓൺ യുവർ സെൽഫ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രിപ്ഷൻ. ആൻഡ് ഇന്ന് ബുദ്ധ പൗർണിമയാണ് ആൻഡ് ബുദ്ധ പൂർണിമയാണ്. ഇന്ന് ബുദ്ധ പൂർണിമയാണ്. So it's a time to embrace the ultimate consciousness of Buddha consciousness. So ഈ ഒരു ബുദ്ധ പൗർണിമയിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡാർക്ക്നെസ്സിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യുകയും നിങ്ങളുടെ ഷാഡോ സെൽഫിനെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡിവൈൻ സെൽഫായിട്ട് മേർജ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ നിർവാണയിലേക്ക് മോക്ഷയിലേക്ക് നിങ്ങളെ ഈ ഒരു എനർജീസ് ഫുൾ മൂൺ എനർജിയും അതായത് പൂർണിമേൻ്റെ എനർജിയും ബുദ്ധ കോൺഷ്യസ്നെസ്സിൻ്റെ എനർജിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ ചെറിയൊരു മെഡിറ്റേഷനാണ്. സോ നിങ്ങൾ ഒരു ഫ്യൂ മിനിറ്റ് മെഡിറ്റേഷൻ ഒപ്പം നിങ്ങൾക്ക് പൈലിനെ ചൂസ് ചെയ്യാം. ട്രൈ ടു കണക്ട്. സിംഗിങ് ബോർഡ് മെഡിറ്റേഷനാണ്. സോ കണക്ട് വിത്ത് ദ പൈൽ. സോ നിങ്ങൾക്ക് ആ ഇമേജ് കാണുമ്പോൾ ഏത് ഇമേജായിട്ടോ നിങ്ങൾ കൂടുതൽ റെസൊനേറ്റ് അല്ലെങ്കിൽ കണക്ഷൻ ഫീൽ ആവുന്നത് ആ ഇമേജിനെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് 2 പൈലും കാണാം. ആൻഡ് സോ ബ്യൂട്ടിഫുൾ എനർജീസ് ആയിരുന്നു 2 പൈലിലും. ഒരുപാട് കാര്യങ്ങൾ കോൺഷ്യസ്നസ് പറയുന്നുണ്ടായിരുന്നു. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് റീഡിങ്. താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് വൺസ് അഗെയിൻ. ആൻഡ് ബിക്കോസ് യു ആർ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ ദിവസവും വീഡിയോ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ തരുന്നത്. സോ പ്ലീസ് നിങ്ങളെ ഈ ഒരു റീഡിങ്സ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് മൂവിങ് ടു ദ മെഡിറ്റേഷൻ. നമസ്കാരം. ഫോർ ദ മെഡിറ്റേഷൻ റിലാക്സ് ചെയ്യുക, ബോഡി റിലാക്സ് ചെയ്യുക. ഓക്കെ, സ്പൈൻ ഇറക്റ്റ്, ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്തിടുക. നൗ ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് എക്സേൽ. Take a deep breath in and exhale. Completely surrender ചെയ്യുക and try to tune into your heart space. ഹൃദയ സെൻറ്ററിലേക്ക് ഫോക്കസ് കൊടുക്കുക. Try to connect with the energy. ഹോപ്പ് നിങ്ങൾ പൈൽ ചൂസ് ചെയ്ത് കാണും. സോ നൗ മൂവിങ് ടു യുവർ റീഡിങ്. And welcome pile number 1 to your reading. So first of all എനിക്ക് ഈ ഇമേജ് കാണുമ്പോൾ ഫീൽ ആവുന്നത് ലൈക്ക് ഒരു കാര്യമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ ഒരു ഇമേജിൽ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ആയ ഒരു എനർജി എന്ന് വെച്ചാൽ എംബ്രേസ് യുവർ ഷാഡോ. നിങ്ങളുടെ ഷാഡോ സെൽഫിനെ എംബ്രേസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ഡാർക്ക്നെസ്സിനെ എംബ്രേസ് ചെയ്യുക. ലൈക്ക് ആ ഡാർക്ക്നെസ്സിനെ വരാൻ അനുവദിക്കുക. നിങ്ങൾ ലൈക്ക് ഈ ഒരു പൈലുകാർക്ക് മേ ബി അവരുടെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലായിരിക്കാം കടന്നു പോകുന്നത്. സോ വെരി മച്ച് ഡാർക്ക്നെസ്. മേ ബി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കോൺഷ്യസ്നെസ് മേ ബി ലോവർ വൈബ്രേഷനിലുള്ള ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ നിങ്ങളുടെ എന്താ പറയുക കണക്ഷൻ മേ ബി നിങ്ങളുടെ ലൈഫിലുള്ള ആൾക്കാരും കൂടുതലും ഒരു ലോവർ വൈബ്രേഷനിലുള്ള ആൾക്കാരാണ്. സോ യുവർ ലൈഫിൻ്റെ നിങ്ങളുടെ മേജർ പാർട്ട് ഓഫ് എനർജി പോയിരിക്കുന്നത് എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ്. നിങ്ങളുടെ ആ ഒരു വഴുതീനെസ്സിനെ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഇമേജിൽ എനിക്കുണ്ടാവുന്ന ഫീലിങ്സ് വെച്ചാൽ ഡാർക്ക്നെസ്സിലാണ് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ലൈഫ്. നിങ്ങളിപ്പോൾ ഏത് പ്രായത്തിലാണ് വന്നിരിക്കുന്നത്, ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ യുവർ ഏജ് ഓർ വാട്ട് എന്താ പറയുക, നിങ്ങൾ ബോയ് ആണോ മീൻസ് ഫെമിനൻ ആണോ മാസ്കുലിൻ ആണോ ഡസൻറ്റ് മാറ്റർ.
വാട്ട് മാറ്റർ ഈസ് നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ലൈഫിൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈമും ഡാർക്ക്നെസ്സിലൂടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആൻഡ് യുവർ ലൈറ്റ് ഈസ് ലൈക്ക് ആ ഇരുട്ടിലൊരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന് പറയില്ല, അതുപോലെ ലൈക്ക് ഇതിൻ്റെ ഫ്രേസസിൻ്റെ മീനിങ് എക്സാക്റ്റ് മീനിങ് അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. സോ ആ ഡാർക്ക്നെസ്സിലെ ലൈറ്റാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് പേർക്ക് ലൈറ്റ് കിട്ടാറുണ്ട്, ലൈക്ക് എനർജി കിട്ടാറുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുള്ള ആൻഡ് എനർജി വാമ്പേഴ്സ് ആണ് മോസ്റ്റ്ലി. ഈ പൈലുകാർ ആർ വെരി മച്ച് സ്ലേവ് ടു ദെയർ തോട്ട്സ്. അവരവരുടെ തോട്ട്സിന് അടിമകളാണ്. ലൈക്ക് അവരുടെ തോട്ട്സാണ് അവരുടെ ഇമോഷനെ നിയന്ത്രിക്കുന്നത്. ബിക്കോസ് സോ മച്ച് ഓവർ തിങ്കിങ് ആൻഡ് സെൽഫ് ഡൗട്ട്, സെൽഫ് ക്രിട്ടിസൈസിങ്, സെൽഫ് ഹേറ്റ്രേഡ് പോലൊരു പൈലാണിത്. ലൈക്ക് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ക്രിട്ടിസൈസർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വയമാണ്. സോ ഈ ബുദ്ധനെ കാണുമ്പോൾ എനിക്ക് ഫീൽ ആവുന്ന ലൈക്ക് ഇറ്റ്സ് ടൈം ടു സറണ്ടർ ടു യുവർ ഇന്നർ ലൈറ്റിലേക്ക് സറണ്ടർ ചെയ്യുക. ആ ഡാർക്ക്നെസ്സിലൂടെ പോകട്ടെ. ആ ഡാർക്ക്നെസ് കാരണം നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ടൈം പീരീഡ് ഓഫ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഡാർക്കസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും. സോ നിങ്ങളിപ്പം ലൈറ്റ് വരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം സംഹൗ ഈ ഒരു പൈലുകാർ എവിടെയോ ലൈക്ക് ഗിവ് അപ്പ് ചെയ്യുന്നൊരു പോയിന്റ് ആണ്. കാരണം ലൈക്ക് അത്രയും നിങ്ങൾ അനുഭവിച്ചു. സോ എനിക്ക് ഫീൽ ചെയ്ത ആ എനർജി, ആ പൈലിൻ്റെ ആ ഇമേജിൻ്റെ എനർജീനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. സോ ലോട്ട്സ് ഓഫ് തോട്ട്സ് നിങ്ങൾക്ക് വരാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ഏകാന്തത അവസ്ഥയിൽ കിട്ടുന്നില്ല. ആൾക്കാർ മേ ബി ലോട്ട്സ് ഓഫ് തോട്ട്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഉറക്കമില്ലായ്മ, ഞെട്ടി ഉണരുക. ബട്ട് ബുദ്ധൻ പറയുന്നത് ടേക്ക് ടൈം ടു കോണ്ടംപ്ലേറ്റ് ഓൺ ദ തോട്ട്സ് അല്ല, ദ ഫീലിങ്സ്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നല്ലപോലെ ചിന്തനം ചെയ്യുക. ചിന്തനം മീൻസ് ചിന്തിക്കുക അല്ല, ആ ഒരു ഫീലിങ്സുമായിട്ട് ഇരിക്കുക, ആ ഫീലിങ്സിനോടൊപ്പം ചിലവഴിക്കുക. കാരണം സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷനുള്ള പൈലാണ് ഇത്, പൈൽ നമ്പർ 1. ഭയങ്കരമായിട്ട് ഡീപ്പ് ലെവലിൽ ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഹേറ്റ്രഡ്, ലൈക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമോഷനെ ഉള്ളിലൊതുക്കിയ പൈലുകാരാണിത്. ആൻഡ് ലൈക്ക് ചുറ്റും അന്ധകാരമായിട്ട് നിങ്ങളുടെ ലൈറ്റിനെ നിങ്ങൾ ഡിമ്മ് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ. ആൻഡ് ഗൗതം ബുദ്ധ ഈ ഒരു ബുദ്ധ പൂർണിമ ഡേയിൽ അദ്ദേഹം അതിൻ്റെ ഡിവൈൻ എനർജീസ് പറയാൻ ആഗ്രഹിക്കുക. ഇനി കോൺഷ്യസ്നെസ്സിലെ, ബിക്കോസ് ബുദ്ധ ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് എ കോൺഷ്യസ്നെസ്. ബുദ്ധ കോൺഷ്യസ്നെസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അൾട്ടിമേറ്റ് എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി ലൈക്ക് ഒരു നൗ മൊമെൻറ്റിൽ പ്രസൻറ്റിൽ വരാനാണ് കൂടുതലും ബുദ്ധ കോൺഷ്യസ്നെസ് പറയുന്നത്. സോ നിങ്ങളോട് ഈ ഗുരു പൂർണിമയിൽ ബുദ്ധ ഡിവൈൻ്റെ ഗൈഡൻസ് എന്ന് വെച്ചാൽ പ്ലീസ് ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. കൂടുതൽ പാസ്റ്റിൽ പോകാതെയും കൂടുതൽ ഫ്യൂച്ചറിൽ ബിക്കോസ് ഫ്യൂച്ചറിന്, കാരണം നിങ്ങൾ ഇപ്പം പാസ്റ്റിലോ പ്രസൻറ്റിലല്ല, വീണ്ടും നമ്മൾ പറയുന്നത് കയ്യാല പുറത്തൊരു തേങ്ങയുടെ അവസ്ഥയാണ്. ലൈക്ക് കൂടുതൽ ടൈമും പാസ്റ്റിൽ ആൻഡ് ഫ്യൂച്ചറിൽ ലൈറ്റസ്റ്റ് മൊമെൻറ്റിൽ മാത്രമാണ് നിങ്ങൾ പ്രസൻറ്റിൽ ഇരിക്കുന്നത്. സോ പാസ്റ്റിൽ പോയിട്ട് ഇങ്ങനെ ആൻസർ നോക്കാമെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ പോകുമ്പോൾ എന്താ ഡിപ്രഷൻ ലെവലിൽ നിങ്ങൾ പോകും. ആൻഡ് ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കുള്ള ആങ്സൈറ്റിയും ആങ്ഷ്യസ് എനർജിയും വന്നിട്ട് പാനിക് അറ്റാക്ക് ഉണ്ടാക്കുകയാണ്. സോ പ്ലീസ് ഈ ഒരു നിമിഷവും കടന്നു പോകും. ബിക്കോസ് ആ തോട്ട്സിനെ ക്ലിയർ അപ്പ് ചെയ്തുകൊണ്ട് ആ ബുദ്ധയുടെ ഇമേജ് ഭയങ്കര വലുതാണ്. തോട്ട്സൊക്കെ ചെറുതായ പോലെ. സോ നിങ്ങളുടെ ഉള്ളിലെ ആ ഇന്നർ സ്ട്രെങ്ത് കൂടുമ്പോൾ നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു കൺട്രോൾ യുവർ തോട്ട്സ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നദിയെ നിങ്ങൾ നോക്കുമ്പോൾ നദി എന്തൊക്കെ വഹിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. അതിൽ ചിലപ്പം അവശിഷ്ടങ്ങൾ കാണും, അതിൽ എന്താ പറയുക, ലൈക്ക് ഡേർട്ട് കാണും, ഡേർട്ടി ആയിട്ടുള്ള വെള്ളമായിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ക്ലിയർ. ബിക്കോസ് ലൈക്ക് റിവറിനെ പോലെ ഫ്ലോ ചെയ്യുക. ലൈക്ക് അതിൻ്റെ ഒരു യാത്ര എന്ന് വെച്ചാൽ സമുദ്രത്തിൽ ചേരുകയാണ്. സമുദ്രം എന്ന് വെച്ചാൽ നമ്മുടെ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് ആണ്. സോ നമ്മുടെ ആ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പ്രയാസം എന്ന് വെച്ചാൽ ലൈക്ക്
ഫ്ലോ ചെയ്ത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നായിട്ട് യൂണിയനിൽ വരികയാണ്. സോ എൻലൈറ്റ്മെൻ്റ് ആണ്. സോ ഈ ഒരു പൈലുകാരുടെ ഒരു ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്താൻ്റെ ഒഴുകിനോടൊപ്പം നീങ്ങുക. ലൈക്ക് സറണ്ടർ ഭാവം വരുത്തുക. ആൻഡ് കൂടുതലും ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ ചെയ്യുക. ആൻഡ് ബിക്കോസ് നിങ്ങൾ ലൈഫ് ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്തൊരു പൈലാണ് ഈ ചൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ്സിലൂടെ വന്നിട്ടും നിങ്ങളുടെ ഇന്നർ ലൈറ്റിനെ കളയാത്തത് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ, ബിക്കോസ് യു ആർ ദ മോസ്റ്റ് പവർഫുൾ. മേ ബി യു ആർ വൺ ഓഫ് ദ ഓൾഡ് സോളിൻ്റെ പൈലാകാം. സോ നിങ്ങളുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, കൂടുതലും സഫറിങ് എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സോ പ്ലീസ് മേക്ക് എ ചോയ്സ്. ലൈക്ക് യു ആർ എൻഡിങ് ദ സഫറിങ് ചോയ്സസിനെ നിങ്ങൾ എൻഡ് ചെയ്യുകയാണ്. നൗ ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ പവർ. ആൻഡ് ബിക്കോസ് യു ആർ ദ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് ഇറ്റ് സെൽഫ്. നിങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രപഞ്ചം. സോ എനിക്ക് പറയാനുള്ള എനർജീസ് മെയിൻലി ആ ഒരു ഇമേജിൽ നിന്ന് വന്നത് ഈ ഒരു ഇതാണ്. സോ നിങ്ങളുടെ ആ തോട്ട്സിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഉയരും. ആൻഡ് ലൈക്ക് ബുദ്ധൻ ആ ഒരു വലിയൊരു ഇമേജ് ആണ്. സോ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഇന്നർ സെൽഫ്, നിങ്ങളുടെ ഹയസ്റ്റ് ഡിവൈൻ സെൽഫിൻ്റെ ഒരു അവീക്കനിങ്ങിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ട്. So please don't feel bad about it and may God bless you. ഇതാണ് എനിക്ക് ആ പൈലിൻ്റെ മീൻസ് ആ ഇമേജിൽ നിന്ന് പിക്കായ എനർജി, മോസ്റ്റ് ഓഫ് ദ എനർജി ഇതാണ്. സോ നമുക്ക് നമ്മുടെ ഓഷോ ഡെക്ക് വെച്ച് നോക്കാം. ഓവറാൾ നിങ്ങളുടെ ഈ ബുദ്ധ പൂർണിമ ദിവസം നിങ്ങൾക്ക് ഓവറാൾ എനർജീസ് എന്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. സോ വൈശാഖ മാസത്തിലാണ് കൊട്ടിയൂർ ഉത്സവം തുടങ്ങാറായി. കൊട്ടിയൂർ അപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആൻഡ് സോ ഐ എം സോ ഹാപ്പി ആൻഡ് സോ സ്മൂത്ത്ലി ആണ് നിങ്ങളുടെ കാർഡ്സ് പോകുന്നത്. സോ നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന അന്ധകാരം മൊത്തം നിങ്ങൾ അത് ജീവിച്ചു കഴിഞ്ഞു. ആൻഡ് എനിക്ക് ഫീൽ ആവുന്ന എനർജി ഇറ്റ്സ് ടൈം ടു ലിവ് യുവർ ട്രൂത്ത്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഈ പല ആൾക്കാരുടെ വിശുദ്ധി ചക്ര ബ്ലോക്ക് ആവാം. സോ ത്രോട്ട് ഇൻഫെക്ഷൻ, സോ ത്രോട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ മൂണിൻ്റെ എന്താ പറയുക, ഫുൾ മൂൺ ന്യൂ മൂൺ, ഇന്ന് ഫുൾ മൂണിൻ്റെ എനർജിയാണ്. ഫുൾ മൂൺ ന്യൂ മൂൺ നിങ്ങളെ വളരെയധികം ബാധിക്കാറുണ്ട്. ലൈക്ക് അമാവാസീൻ്റെ സമയത്ത്, ന്യൂ മൂണിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓവറോൾ തോട്ട്സ് ഭയങ്കരമായിട്ടും ഉള്ള ഒരു എന്താ പറയുക, നിങ്ങൾ സ്റ്റക്നെസ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ഫുൾ മൂണിലും അങ്ങനെ തന്നെ ഇമോഷൻ ഹയർ ആവുക, അല്ലെങ്കിൽ ഇതാവുക, ലൈക്ക് ലോ ഫീൽ ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ ഇമോഷനെ കോൺടെംപ്ലേറ്റ് ചെയ്യുക. ലൈക്ക് അതുമായിട്ട് ഇരിക്കുക. എന്താണ് ആ ഇമോഷൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുക. ഞാൻ കൂടുതലും ഈ സൈഡിലോട്ട് സ്ക്രീൻ നോക്കുന്നത് വെച്ചാൽ ഞാൻ അവിടെ ഇമേജിനെ വെച്ചിട്ടുണ്ട്. സോ ഐ എം ഫീലിംഗ് ഗൈഡഡ് ടു ദാറ്റ്സ് വൈ. ഓക്കെ, സോ പൈൽ നമ്പർ 1ൻ്റെ ബുദ്ധ പൂർണിമയുടെ ഓവറാൾ എനർജി തീം എന്താണ്? റൈറ്റ്നെസ്. ലൈക്ക് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ലൈക്ക് നമ്പർ 9 നിങ്ങൾ ലൈക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ദ ഫൂൾ, ന്യൂ ജേർണി. സെക്കൻഡ് കാർഡ് കംപ്ലീഷൻ. വാവ്, ക്രിയേറ്റിവിറ്റി. Great. Last card, ordinariness, totality, and bottom of the deck is understanding. Okay, ordinance. So ആദ്യത്തെ പറയുന്ന എനർജി എന്ന് വെച്ചാൽ റൈറ്റ്നെസ്. ഓവറോൾ എനർജി വെച്ചാൽ ഈ ഒരു പൈലുകൾ റെഡിയാണ് ഫോർ ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, സഫറിങ് ചോയ്സസ് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിൽ ന്യൂ ചോയ്സസ് എടുക്കാനുള്ള സമയമാണ്. ലൈക്ക് യു ആർ റെഡി ടു സ്റ്റെപ്പ് ഇൻ ടു യുവർ ഹയർ സെൽഫിലെ. സോ നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ. നമ്പർ 9 കംപ്ലീഷൻ കാർഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായി. നിങ്ങൾ ചെയ്തിട്ടുള്ള ഇന്നർ വർക്കിൻ്റെ ഡെഡിക്കേഷൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഫലം കിട്ടാൻ സമയമായി. നിങ്ങൾ ഇത്രയും നാൾ ഡെഡിക്കേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ യു.
സോ നിങ്ങളൊരു പുതിയൊരു ജേണിയിലേക്കാണ് പോകുന്നത്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് എൻഡിങ് ഓഫ് യുവർ ഓൾഡ് സെൽഫ്. നിങ്ങളുടെ ഓൾഡ് സെൽഫ് ലൈക്ക് ഓൾഡ് സൈക്കിളിൻ്റെ എൻഡിങ് ആയിട്ട് ന്യൂ സൈക്കിളിൻ്റെ ബിഗിനിങ് ആണ്. ബിക്കോസ് ഫ്രം ദ ശൂന്യ കാർഡ് 0 ദ ഫുൾ എനർജി എന്നാണ്. ലൈക്ക് ഓവറോൾ എനർജി 9 വന്നിട്ട് അടുത്ത കാർഡ് വരുന്നത് എന്താണ്? ദ ഫുൾ എനർജിയാണ്. സോ യു ആർ എന്താ പറയുക, ലൈക്ക് ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു കൊക്കൂൺ പീരീഡ് കഴിഞ്ഞ് സമാധി പീരീഡ് കഴിഞ്ഞിട്ട് അത് ബട്ടർഫ്ലൈ ആയി വരുമല്ലോ. അത് ആദ്യം ഒരു മുട്ടയായി ലാർവ സ്റ്റേജിൽ നിന്ന് പ്യൂപ്പൽ സ്റ്റേജിന് വേണ്ടിയിട്ട് അതിൻ്റെ അല്ലേ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈക്ക് സമാധി സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബട്ടർഫ്ലൈ ആയിട്ട് വരത്തില്ല. അതുപോലെ നിങ്ങളുടെ ലൈഫിലെ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ആണ് വരാനിരിക്കാൻ. കംപ്ലീഷൻ ലൈക്ക് കംപ്ലീറ്റായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ആ പസിലിൻ്റെ ഒരു എൻഡ് പോയിന്റ് കിട്ടി. ലൈക്ക് നിങ്ങളുടെ സഫറിങ് ചോയ്സിൻ്റെ റീസൺ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലൈഫിൽ. സോ നിങ്ങളുടെ ലൈഫ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഫീൽ ആവുന്ന ഒരു കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയും ദ വേൾഡ് കാർഡ് ഓഫ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ്. ലൈക്ക് കർമ്മ ഈസ് കംപ്ലീറ്റഡ്. വാട്ട് എവർ കർമ്മ നിങ്ങൾ ഒരു നെഗറ്റീവ് കർമ്മയിലൂടെയാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാർമിക് റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇറ്റ്സ് കംപ്ലീറ്റഡ്. നൗ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഇറ്റ് ഗോ. അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ജോബുമായിട്ടുള്ള കാർമിക് റിലേഷൻഷിപ്പാണ് അതിൻ്റെ എൻഡിങ് കഴിഞ്ഞ്. ഇപ്പോൾ ജോബിനൊരു സ്ഥലമാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മേ ബി ഒരു ഹയർ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് സ്ഥലം മാറ്റം പോയി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് കംപ്ലീഷൻ. വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൻ്റെ കംപ്ലീഷൻ ആണ്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ലെസൺ പഠിച്ചു കഴിഞ്ഞു. ഇനി അഥവാ നിങ്ങൾ ലെസൺ പഠിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലേൺ ഇറ്റ് വെരി ക്വിക്ക്ലി. ബിക്കോസ് ബ്യൂട്ടിഫുൾ എനർജീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ ക്രിയേറ്റിവിറ്റി. Okay, so creativity is all about your Swadhisthana chakra. So ഈ ഒരു ടോറസ് രാശിയിൽ, ഈ ടോറസ് എനർജിയിൽ ലൈക്ക് സൂര്യൻ ടോറസ് രാശി 11 രാശിയിൽ ഇരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് നമ്മുടെ സ്റ്റെബിലിറ്റീനെ അല്ലേ, ക്രിയേറ്റിവിറ്റിയും മോസ്റ്റ്. ബിക്കോസ് ലൈക്ക് മൂലാധാരത്തിലാണ് നമ്മുടെ കുണ്ടലിനി ശക്തി ഇരിക്കുന്നത്. കുണ്ടലിനി ശക്തിയുടെ ജാഗരണം, കുണ്ടലിനി അവേക്കനിങ്ങിലൂടെയാണ് നമ്മൾ എന്താ പറയുക ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ പോകുന്നത്. സോ സെക്കൻഡ് നിങ്ങളുടെ പടി വന്നിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രയെ. സോ ഇമോഷണലി എന്തെങ്കിലും സ്റ്റക്നെസ് ഫീൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്ലോക്ക് യുവർ ക്രിയേറ്റീവ് എനർജി. ഇമോഷണൽ അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ടൈം ടു റീസ്റ്റാർട്ട് യുവർ ഹോബീസ്. സോ ഈ ഒരു പൈലുകാർ വളരെ ക്രിയേറ്റീവ്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തോ കാരണവശാൽ അവരുടെ ആർട്ടൊക്കെ ഉപേക്ഷിച്ച് അവർക്ക് ഒരു 9 to 5 ജോബിലേക്ക് എവിടെയോ സ്വിച്ച് ചെയ്യേണ്ടി വന്നു. മേ ബി ഒരുപാട് പേര് ഹൗസ് വൈഫ് അല്ലെങ്കിൽ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇറ്റ്സ് ടൈം ടു ഹാവ്, ബിക്കോസ് ദിസ് പൈൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്രിയേറ്റീവ് എനർജീസ്. സോ കൂടുതലും ആ ഫെമിനിൻ, ബിക്കോസ് ഒരുപാട് പേര് ഈ പൈൽ കാണുന്നുണ്ട്. മേ ബി ഡാൻസേഴ്സ്, ലൈക്ക് ആർട്ടിസ്റ്റ്, മ്യൂസിക്, അതിനോടൊക്കെ ഭയങ്കര ക്രേസുള്ള ആൾക്കാരായിരിക്കാം. ഇറ്റ്സ് ഡസൻ മാറ്റർ ഫെമിനിൻ ഓർ മാസ്കുലിൻ, ഡസൻ മാറ്റർ. ബിക്കോസ് ക്രിയേറ്റീവ് ആൻഡ് ബിക്കോസ് മഹാദേവാണ് ക്രിയേഷൻ അറ്റ്മോസ്റ്റ് നമ്മൾ പൂജിക്കുന്ന നടരാജ വിഗ്രഹം. ഇറ്റ്സ് എ മാസ്കുലിൻ എനർജി. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഡമറുവിൻ്റെ മലയാളം എനിക്ക് ഓർമ്മ വരുന്നില്ല. സോ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഉടുക്ക്, ആ ഉടുക്കിൽ നിന്നാണ് നമുക്ക് യൂണിവേഴ്സൽ സൗണ്ടിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. So it doesn't matter you are feminine or masculine. It's time to stepping into your creative energies because you are ready. Something is completed in your life. Like നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ വളർന്നു പോകുന്നത്. സോ ആ ഒരു ബുദ്ധൻ്റെ സ്റ്റേജുമല്ലേ നിങ്ങളുടെ തോട്ട്സിന് സറണ്ടർ ചെയ്യക്കുള്ളൂ. ലൈക്ക് ബിക്കോസ് ഈ പൈലുകാർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വെച്ചാൽ ഐ കാൻ say it in camera because there is no one to understand you. നിങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെട്ട പൈലാണ് ഈ പൈൽ നമ്പർ 1. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നു പോയാൽ നിങ്ങളെ ഉറ്റവർ തന്നെ നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ
നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഇൻറ്റൻഷനെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് തന്നെ പാരയായി വന്നിട്ട് ഒരു 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 എനർജീസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ സംഹൗ നിങ്ങൾ ഗിവ് അപ്പ് ഒരു സ്റ്റേജ് ഓഫ് മൈൻഡിൽ, അല്ലെങ്കിൽ ഗിവ് അപ്പ് ആക്കുന്ന രീതിയിൽ നിങ്ങൾ വയ്യ ഇതിൽ കൂടുതൽ താങ്ങാൻ. പക്ഷേ ഡിവൈൻ പറയുന്നത് പ്ലീസ് ഹോൾഡ് ഓൺ ടു യുവർ ഡിസയർ, ഹോൾഡ് ഓൺ ടു യുവർ വിഷൻ. നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങളൊരു ഒരു ഒരു ആഗ്രഹം യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ അത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയി മാറും. ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ടോട്ടാലിറ്റി. നമ്പർ 5 ബ്യൂട്ടിഫുൾ ചേഞ്ചസിലൂടെ നിങ്ങൾ കടന്നു പോകണം. കാരണം ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചു, അൺനോണിനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചു, ആൻഡ് നിങ്ങൾ ഡിവൈനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചു. കൂടുതൽ സറണ്ടറിങ് മനോഭാവം വന്നു. ആൻഡ് യു ആർ എംബ്രേസിങ് ദ ഓർഡിനറിനെസ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എല്ലാത്തിനെയും എല്ലാം എനർജീസിനെയും എംബ്രേസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് എന്താ പറയുക, ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരിക്കാം. ലൈക്ക് കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് ഈ പൈൽ നമ്പർ 1 കാരുടെ. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. ലൈക്ക് ഓർഡിനറി കാര്യത്തെ പോലും എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ആ മാജിക് ഉണ്ട്. ലൈക്ക് യു ആർ ലൈക്ക് എ മജീഷ്യൻ. ഈവൻ ദോ ഇതിൽ മജീഷ്യൻ കാർഡില്ല, ബട്ട് ഐ ആം ഫീലിംഗ് ലൈക്ക് ദിസ് പൈൽ ഹാവ് മാജിക്കൽ പവർ. ലൈക്ക് ഓർഡിനറി ആയിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് നോർമൽ കറീനെ പോലും എക്സ്ട്രാ ഓർഡിനറി നിങ്ങളാക്കും. സോ എല്ലാവരും പറയുക എന്തൊരു കൈപ്പുണ്യമാണ് നിനക്കുള്ളത്. ആൻഡ് നിങ്ങളൊരു പാട്ട്, നിങ്ങളുടെ വോയിസ്, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അത് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ വോയിസിന് അങ്ങനെ ഒരു മാജിക്കൽ പവർ ഉണ്ട്, നിങ്ങളുടെ എഴുത്തിന് അങ്ങനെ ഒരു മാജിക്കൽ. കാരണം എന്തോ സംതിങ് ക്രിയേറ്റീവ്, ലൈക്ക് സ്ട്രോങ്ലി എഴുതി ആൾക്കാരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ലൈക്ക് സ്റ്റോറി റൈറ്റിംഗ് ഇഷ്ടമുള്ള പൈലാണ്. സോ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ക്രിയേറ്റീവ്, നിങ്ങളുടെ എല്ലാ ഒരു കാര്യത്തിലും നിങ്ങൾ നടക്കുന്ന ഒരു സ്റ്റൈലിൽ, ഇരിക്കുന്നത്, സംസാരിക്കുന്ന ഒരു രീതി, നിങ്ങൾ ജോലി ചെയ്യുന്ന രീതി, നിങ്ങളുടെ ചിട്ടയിൽ ഒരു എക്സ്ട്രാ ഓർഡിനസ്, എനിക്ക് ഓർഡിനറിനെസ്സിനല്ല, നിങ്ങൾ എംബ്രേസ് ചെയ്യാണ് സാധാരണത്തിനെ. ലൈക്ക് ഓർഡിനറി ആയിട്ടുള്ള കല്ല്, സർവ്വസാധാരണമായി കാണുന്ന, കാഷ്വലായി കാണുന്ന സാധനത്തെ നിങ്ങളുടെ ടച്ച് കാരണം ഒരു മാജിക്കൽ ടച്ച് നിങ്ങൾ കൊടുക്കുകയാണ്. ലൈക്ക് റഹ്മാൻ ഒരു സോങ്ങിന് റഹ്മാൻ എഫക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് ലൈക്ക് മാജിക്കൽ എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ദാറ്റ് മാജിക്കൽ പവർ. സോ ഈ ലൈക്ക് ഡാർക്ക്നെസ്സിലുള്ള നിങ്ങളുടെ ലൈറ്റിനെ ഷൈൻ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ ആ ലൈറ്റിനെ നിങ്ങൾ കളഞ്ഞിട്ടില്ല. സോ ഇറ്റ്സ് ഗ്രേറ്റ്. ലൈക്ക് യു ആർ മോസ്റ്റ് ഓഫ് യു ആർ ഇൻ സറണ്ടറിങ് സ്റ്റേജ്, അല്ലെങ്കിൽ നിങ്ങളെ ഈശ്വരൻ സറണ്ടറിങ് പഠിപ്പിക്കുകയാണ്. ആൻഡ് ബിലീവ്, ലൈക്ക് നിങ്ങളിപ്പം ആ ഒരു സ്റ്റേജിൽ ലൈക്ക് ഫെയ്ത്ത്, ലൈക്ക് രണ്ടും കാർഡിലുണ്ട്. അതായത് ആ ഫൂളിൻ്റെ ജേർണി വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹം ആ ക്ലിഫിൽ നിന്ന്, ആ മൗണ്ടിൽ നിന്ന് താഴെ വീഴും. ലൈക്ക് ഹീ ട്രസ്റ്റിംഗ് ദ ഗോഡ്, ട്രസ്റ്റ് ആണ്, ഈശ്വരനിൽ ട്രസ്റ്റ് ചെയ്യുകയാണ്. ലൈക്ക് ഐ എം ഗോയിങ് ആൻഡ് ഐ എം എംബ്രേസിങ് ദ ജേർണി, ലൈക്ക് ലവിങ് ദ ജേർണി. ആൻഡ് ദിസ് കാർഡ് ഈസ് ഓൾസോ ദ ടോട്ടാലിറ്റി. ലൈക്ക് എന്നെ ഈശ്വരൻ പിടിച്ചോളും, എന്നെ ലൈക്ക് യു ഹാവ് കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ഓർ ഗോഡ് ഓർ ദ ഡിവൈൻ. ആൻഡ് സോ നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, ലൈക്ക് ആ കോൺഷ്യസിലേക്ക് നിങ്ങളെ ആക്കി മാറ്റുവാണ്. സോ സംഹൗ ദർ ഈസ് എ ചാൻസ് ഓഫ് റീയൂണിയൻ വിത്ത് യുവർ സെൽഫ്, വിത്ത് യു. റീയൂണിയൻ്റെ ഒരു എനർജി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ലൈക്ക് കംപ്ലീറ്റ് ആയി, the cycle is completed. Now you are ready to be reunited with yourself, with God, with your twin flame. നിങ്ങൾ എന്തുമായിട്ടാണ് റീയൂണിയൻ ആഗ്രഹിക്കുന്നത്? ജോബ്, ലൈക്ക് നിങ്ങളുടെ ഏറ്റവും അൾട്ടിമേറ്റ് വിഷ് എന്താണ്, അത് ഫുൾഫിൽ ചെയ്യാൻ പോകുകയാണ്. മേ ബി വിത്തിൻ 9 weeks, 9 months, or it's a timeless reading, or 9 days. It's upon you, it's up to you. നിങ്ങൾ എന്താണോ വിഷ് ചെയ്യുന്നത് ആ വിഷ് തന്നെ നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്യപ്പെടും. ലൈക്ക് യു ആർ റെഡി, ഇറ്റ്സ് യു ആർ റെഡി ടു എന്താ പറയുക, ടു ടേക്ക് ദാറ്റ് ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നിങ്ങളുടെ ഉള്ള ഫെയ്ത്ത് വളരെയായിട്ട് കൂടി. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ്. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ സഫറിങ്ങിന് കാരണം നിങ്ങളുടെ ചോയ്സസ് ആണ്, നിങ്ങൾ ഫ്രീ ആണ്. ലൈക്ക് ഫൈനലി യു ആർ ഫ്രീയിങ് ഫ്രം യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിൻ്റെ കേജിൽ നിന്ന് നിങ്ങൾ പുറത്ത്, ലൈക്ക് നിങ്ങളെ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ലൈക്ക്
ദാറ്റ്സ് വൈ ഇറ്റ്സ് ദ ഫുൾ എനർജി കാർഡ്. ലൈക്ക് കംപ്ലീഷൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സഫറിങ് ചോയ്സസിൽ നിന്ന് കംപ്ലീറ്റ് നിങ്ങൾ എംബ്രേസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഓർഡിനറി ആയിട്ടുള്ള കാര്യത്തെ എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന പൈലാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണ്. സോ ആൻഡ് you are understanding the consciousness, you are understanding your own self. നിങ്ങൾ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നതിനുപരി ഞാൻ എന്നെ എത്രത്തോളം മനസ്സിലാക്കും എന്നൊരു എനർജിയിലേക്ക് ഷിഫ്റ്റിംഗ് ആണ് നിങ്ങൾ വരുന്നത്. സോ നിങ്ങൾ കൂടുതലും ഇനി മെഡിറ്റേഷനിലേക്ക്, നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക്, ബുക്സിലേക്ക് നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു ഫാസിനേഷൻ ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ അതിലേക്ക് ഇൻഡെപ്ത് പോകും. സോ ഈ പൈലുകാർ ഭയങ്കരമായിട്ടും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഫോളോ ചെയ്യുന്നവരാണ്. ലൈക്ക് ഡീപ്പ് മെഡിറ്റേഷൻ, ചാൻഡിങ്, മന്ത്ര ജപ, നിങ്ങൾ എന്ത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ആൻഡ് നമുക്ക് മൂവിങ് ഇൻ ടു ലൈക്ക് നമുക്ക് ഒരു സോ ഇറ്റ്സ് ഞാൻ ഷഫിൾ ചെയ്യുന്നില്ല, കാരണം ഇത് വേറൊരു ഡെക്കിൻ്റെ കാർഡാണ്. സോ ഈ ഒരു ഡെക്കിൽ ഇത് വന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഒരു 4 കാർഡിന് എടുക്കാം. ഞാനിത് ശ്രദ്ധിച്ചില്ല, ഞാൻ കാരണം ഈ ഡെക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെക്കാണ്. സോ ഇതിൽ നിന്ന് ഞാൻ ഒരു കാർഡും, ഞാൻ ഇത്രയും കാർഡ് എടുക്കണമെന്ന് വിചാരിച്ചില്ല. സോ ഇത്രയും നിന്ന് ഞാൻ ഷഫിൾ ചെയ്തെടുക്കുകയാണ്. എനിക്ക് 2 കാർഡ് മതി. സോ മേജർ 2 കാർഡ് മതി എനിക്ക്. എന്തൊക്കെയാണ് തീമാണ് നോക്കാം. ഓക്കെ, വാട്ട് ഐ എം സീയിങ്, ക്ലിയർ മൈൻഡ്. ഫൈനലി നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിൽ നിന്ന് റിലീസ് ആവുകയാണ്. ആൻഡ് പ്രോബ്ലം എൻഡിങ്. ലൈക്ക് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാവരും, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും നമ്മുടെ സ്പിരിറ്റ് ഗൈഡും കംപ്ലീറ്റ്ലി അത് യെസ് പറയുകയാണ്. യെസ്, ഇറ്റ്സ് ടൈം, പ്രോബ്ലം എല്ലാം എൻഡ് ചെയ്യാണ്. നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാണ്. ഫൈനലി നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാണ്. ലൈക്ക് നിങ്ങളുടെ സഫറിങ്ങിന് കാരണം നിങ്ങളുടെ ചോയ്സസ് ആണ്, ലൈക്ക് തോട്ട്സ് ആണ്. സോ നിങ്ങൾ ഫൈനലി തോട്ട്സ് എന്ന് മുകളിലേക്ക് വരണം. സോ ക്ലിയർ യുവർ മൈൻഡ് ഫ്രം എനി നെഗറ്റീവ് തോട്ട്സ് ഓർ ബിലീഫ് സിസ്റ്റം ദാറ്റ് നോ ലോnger work for your good. So congratulations, pile number 1. Finally you are seeing the truth from your heart rather than stuck on your thoughts. നിങ്ങൾ തോട്ട്സിനെ അലോ ചെയ്യുകയാണ് ആൻഡ് ഫീൽ ചെയ്യാണ് വാട്ട് ഈസ് ട്രൂ ഫോർ യു, ആൻഡ് you are claiming your power back. So I'm very feeling happy, like spirit guys spiriting ഈ ഒരു റീഡിങ് തന്നെ yes this is the right reading എന്ന് പറഞ്ഞിട്ട് like you are on the right path my dear pile number 1. Don't worry, problems are really ending for you. You are about to see light at the end of tunnel. Have patience, God is helping you for upcoming path. So have patience. നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് ഇത്രയും നാളും ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങളെപ്പോഴും ഈശ്വരനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്ന എനർജി. ലൈക്ക് ഞാൻ എല്ലാവർക്കും നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കുണ്ടായില്ല, എന്തുകൊണ്ടുണ്ടാണ് ഭഗവാൻ, എന്തുകൊണ്ട് ചില സമയത്ത് പിന്നെ ആ ഒരു ചോദ്യം എവിടെയോ നിങ്ങൾ ചോദിക്കാണ്ടായി. കാരണം ഓക്കെ എൻ്റെ വിധിയാന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾ വിധിയാന്ന് പറഞ്ഞിട്ടും നിങ്ങളിൽ ഗിവപ്പ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്കറിയാം എവിടെയോ എന്നെ ഈശ്വരൻ സഹായിക്കും, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആ ട്രസ്റ്റ് നിങ്ങൾ കളഞ്ഞില്ല. നിങ്ങളുടെ ആ ഒരു പേഷ്യൻ്റ്, നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പേഷ്യൻസ്, നിങ്ങൾ എന്താ പറയുക, ലൈക്ക് നിങ്ങൾ റൺ ചെയ്യുന്നത് ഒഴിവാക്കി. നിങ്ങൾ എല്ലാത്തിൻ്റെ പുറകെ ഇത്രയും നാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇതാണ് എൻ്റെ സന്തോഷത്തിന്, ഇതാണ് ലൈക്ക് നിങ്ങൾ ഇത്രയും നാൾ ഓടിക്കൊണ്ട്. സോ ഈ ഒരു പൈലുകാർ ഇപ്പം സെറ്റിൽ ചെയ്യാൻ പഠിച്ചു. ലൈക്ക് മൊമെൻറ്റിൽ ഇരിക്കാൻ പഠിക്കും. യെസ്, എനിക്ക് ഈ നിമിഷം എന്താണ് എനിക്ക് വേണ്ടത്, ഈ ഒരു നിമിഷം റൈറ്റ് നൗവിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചോളൂ. അല്ലെങ്കിൽ ഈ ഒരു പൈലുകാരോട് ബുദ്ധ അല്ലെങ്കിൽ ഡിവൈൻ കോൺഷ്യസ്നസ്, ബുദ്ധ കോൺഷ്യസ്നസ് പറയുന്നത് ചൂസ് ദ റൈറ്റ് നൗ മൊമെൻറ്റ്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു മൂവ് ത്രൂ യുവർ ഡാർക്ക്നെസ്. ആൻഡ് ബിക്കോസ് നിങ്ങൾ ലൈറ്റിലേക്ക് നിങ്ങൾ പോകുന്നു. ബിക്കോസ് യു ആർ എന്താ പറയുക, യു ആർ സോ ലവിങ് ആൻഡ് സോ മച്ച് ലവ് ഉള്ളൊരു പയലാണിത്. പക്ഷേ സംഭവം നിങ്ങളുടെ വേർഡിനെസ് മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഒരു ഓവറോൾ വാല്യൂ അല്ലെങ്കിൽ വേർഡിനെസ് നിങ്ങൾക്ക് എന്താണ് ഇതൊരു മനസ്സിലായിട്ടില്ല. ഈശ്വരൻ നിങ്ങൾ ആ രീതിയിലാണ് കാണുന്നത്. ബിക്കോസ് നിങ്ങളുടെ വാല്യൂ വേർഡിനെസ് ഒക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. ഈശ്വരൻ എങ്ങനെയാണ് നിങ്ങളെ കാണാൻ നിങ്ങൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടുണ്ട്. സോ പ്ലീസ്
try to listen to your soul, because you are the most powerful പൈലാണിത്. ഡാർക്ക്നെസ്സിലൂടെ കടന്നിട്ടും നിങ്ങളുടെ ആ ലൈറ്റ് നിങ്ങൾ കണ്ടു. സോ നിങ്ങളോട് പറയാണ്, ആ നിങ്ങളുടെ ഒരു സർക്കംസ്റ്റാൻസസ് നിങ്ങൾക്ക് കൊണ്ടായ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ വളരുക, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് വിക്ടിം കോൺഷ്യസ്നെസ്സിൽ വരാതെ നിങ്ങളൊരു വാരിയർ കോൺഷ്യസ്നെസ്, എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ച ചോദ്യങ്ങൾ എന്താണ് എന്നെ ഇത് പഠിപ്പിക്കുന്നത് ലൈക്ക് മാറുക. ബിക്കോസ് നിങ്ങൾ ഫൈനലി നിങ്ങളുടെ തോട്ട്സിൽ നിന്ന് റിലീസ് ആവണം. ഞാൻ പറഞ്ഞില്ലേ, അണ്ടർസ്റ്റാൻഡിങ്, ഫ്രീഡം, ലൈക്ക് വേർഡ്സ്, ലൈക്ക് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ. So congratulations and very well done. And so ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതുപോലെ എന്തൊക്കെ എനർജീസ്, സ്റ്റക്ക് എനർജീസ് അല്ലെങ്കിൽ ലവിങ് എനർജി, നിങ്ങളുടെ ഈശ്വരൻ്റെ ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കറിയാണെങ്കിൽ യു ക്യാൻ ബുക്ക് മൈ പേഴ്സണൽ സെഷൻ. ആൻഡ് താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഈ റീഡിങ് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ക്ലെയിം ചെയ്യുക. ഏതൊക്കെ എനർജീസാണ് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്തത് ക്ലെയിം ചെയ്യുക, വേണ്ടാത്ത എനർജീസിനെ ഡിസ്കാർഡ് ചെയ്യുക. ബിക്കോസ് ഇതൊരു കളക്റ്റീവ് അല്ല, അതെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ ലൈക്ക് റീഡിംഗ് ആണ്. സോ പൈൽ നമ്പർ 1 ആണെങ്കിൽ നിങ്ങളത്തോളം. സോ ട്രൈ ടു കണക്ട് വിത്ത് ദിസ് എനർജി. And thank you so much for your love and support. And let's move into the pile number 2. So hi pile number 2. Thank you so much for your love and support. Thank you for your subscription. Thank you. So let's നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുന്നേ ഈ പൈൽ നമ്പർ 2ൻ്റെ ആ ഒരു ബുദ്ധൻ്റെ ഇമേജ് എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്ന എനർജി, അല്ലെങ്കിൽ ആ ബുദ്ധ കോൺഷ്യസ്നെസ്, ആ ഇമേജിൻ്റെ കോൺഷ്യസ്നെസ് എന്താണ് പൈൽ നമ്പർ 2 പറയാൻ ആഗ്രഹിക്കുന്നത്, ലൈക്ക് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇമേജുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് ലൈക്ക് മെഡിറ്റേറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് ഫീൽ ചെയ്ത എനർജി റിഫ്ലക്ഷൻ ആയിരുന്നു. ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബുദ്ധൻ്റെ ഒരു ഇമേജ് ആ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല, എന്നാലും ഒരു റിഫ്ലക്ഷൻ ഇമേജാണ്. സോ വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നിങ്ങളുടെ മിറർ റിഫ്ലക്ഷനാണ്. ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ ഏത് എനർജീസിനെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, വിക്ടിം കോൺഷ്യസിലുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഡെയിലി നിങ്ങളുമായിട്ട് എന്താ പറയുക നിങ്ങളൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ സംഹൗ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിലും നിങ്ങൾ എവിടെയോ വിക്ടിമായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ കൂടുതൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണെന്നുള്ള ഫീൽ ആണെങ്കിൽ ലൈക്ക് ഇറ്റ്സ് എ മിറർ റിഫ്ലക്ഷൻ ഓഫ് യുവർ സോൾ ദാറ്റ് സംഹൗ ഇത് നിങ്ങളുടെ സോളിൻ്റെ മിറർ റിഫ്ലക്ഷൻ ആണ്. ലൈക്ക് നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഈഗോ മൈൻഡിനെയാണ് കൂടുതലും ബിലീവ് ചെയ്യുന്നത്. സോ യു ആർ കൺട്രോളിങ് യുവർ സോൾ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലും ബിട്രേ ചെയ്യുന്ന ഒരു എനർജിയാണ്, നിങ്ങളെ ചതിച്ച കൂടുതലൊരു എനർജി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാവരും ചതിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ സംഹൗ നിങ്ങൾ ആത്മാവിനെ ചതിക്കുകയാണ്. സോ എവിടെയാണ് നിങ്ങളുടെ ആത്മാവിനോട് വാക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ വാക്ക് പാലിക്കാത്ത ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഫീൽ ഇപ്പോഴും ആകുന്നത്. സോ ആൻഡ് ഇനി കുറച്ച് കോൺഷ്യസ്നെസ് വേണ്ടി നിങ്ങൾക്ക് ചുറ്റും എല്ലാവരും നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ, എല്ലാവരും നിങ്ങളെ യൂസ് ചെയ്ത് ലൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ലൈക്ക് യു ആർ എ ഡസ്റ്റ്ബിൻ. എല്ലാവരും നിങ്ങളെ യൂസ് ചെയ്തിട്ട് പോവുകയാണ്, എല്ലാവരും നിങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണെന്ന എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റും കൂടുതലുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലുക്ക് വിതിൻ. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് സമയമായി. ലൈക്ക് സംഹൗ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ യൂസ് ചെയ്യുവാണ് ആൻഡ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങൾ ഓണർ ചെയ്യുന്നില്ല, നിങ്ങൾ പരിഗണിക്കുന്നില്ല, നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് ചുറ്റും കൂടുതലും നിങ്ങളൊക്കെ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ വെറുതെയാണ്, ചുമ്മാതാണ്, പ്രണയം എന്നുള്ള സത്യമല്ല, ലൈക്ക് ഇത് ബുക്സിൽ മാത്രമാണുള്ളത്, സംഹൗ നിങ്ങൾക്ക് എവിടെയോ ലൈക്ക് ഇതെല്ലാം കള്ളമാണ്, ലൈക്ക് സത്യസന്ധയ്ക്ക് ഒരു വിലയില്ല, നമ്മുടെ ഈ പാവങ്ങളായ നമുക്ക് മേലെ ആൾക്കാർ കുതിര ചേർത്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലുക്ക് വിതിൻ. സംഹൗ നിങ്ങളും
നിങ്ങൾക്ക് നിങ്ങളോട് പ്രണയമില്ല. സോ നിങ്ങൾ എവിടെയോ നിങ്ങളോട് സത്യസന്ധത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ എനർജീനെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആ എനർജി ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർഡാണ് നിങ്ങളുടെ. സോ എനിക്ക് ഈ കാർഡുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, ഇറ്റ്സ് മിറർ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഓൺ സെൽഫ്. നിങ്ങളുടെ സെൽഫിൻ്റെ മിറർ റിഫ്ലക്ഷനാണ് നിങ്ങൾക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചുറ്റും ഭയങ്കര ഹാപ്പിനെസ് ആണ്, പീസ് ആണ്. സോ ഇതും നിങ്ങളുടെ റിഫ്ലക്ഷനാണ്. സോ ബുദ്ധ കോൺഷ്യസ്നസ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇമേജ് നിങ്ങളോട് പറയുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്, ലവ് വൈബ്രേഷൻ ആണ് ഫീൽ ചെയ്യുന്നത് ഉള്ളിൽ. സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ. ലൈക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ കോൺഷ്യസ്നസ് നിങ്ങളപ്പം കറക്റ്റ് സ്റ്റേജ് ഓഫ് മൈൻഡ്, ലൈക്ക് സ്റ്റേജിലാണ്. സ്റ്റേജ് ഇൻ ദ സെൻസ് നിങ്ങൾ ആ കറക്റ്റ് കോൺഷ്യസ്നെസ്സിലെ റൈറ്റ് പാത്തിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ പീസ് തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നന്മയിലാണ് ശ്രദ്ധിക്കുന്നത്, ആ നന്മ നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരോടും പ്രണയം എന്നൊരു മനോഭാവം, ലവ് വൈബ്രേഷനാണ്. സോ ഇതിൻ്റെ അർത്ഥം നിങ്ങളും ആ ലവ് വൈബ്രേഷൻ, അൾട്ടിമേറ്റ് ലവ് വൈബ്രേഷനിൽ എത്തിയെന്നാണ്. ബിക്കോസ് സംഹൗ നിങ്ങൾ വളരെ കളർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്, വളരെ ലൈഫിനെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നോക്കുന്ന ഒരാൾക്കാരാണ്. ഇപ്പം നെഗറ്റീവ് ആസ്പെക്റ്റ് വന്നാലും ലൈഫിനെ വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലോടുകൂടി കാണുന്നവരാണ് കൂടുതലും പൈൽ നമ്പർ 2കാർ. സോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാറില്ല. സംഹൗ നിങ്ങൾ ബിക്കോസ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്. സംഹൗ ഈ പൈലുകാർക്കൊരു സെൽഫ് ബിലീവ്, അത്രയും ഡൗട്ട് ഇല്ല. എന്നിരുന്നാലും സംഹൗ നിങ്ങൾ ഡൗട്ട് ചെയ്യാറുണ്ട്. അത് മേ ബി ഇപ്പോൾ നിങ്ങളുടെ സർക്കംസ്റ്റാൻസിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എല്ലാവരെയും വളരെ റെസ്പെക്റ്റോടെ, നിങ്ങൾ വളരെ വളരെ ചാമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള പൈലാണ്, വളരെ ഇന്നർ ചൈൽഡ്, വളരെ ഭയങ്കരമായിട്ടും ഇന്നർ ചൈൽഡിൻ്റെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ലൈഫിന് എപ്പോഴും ഒരു കളർഫുൾ ആയിട്ട് കാണാൻ, ഭയങ്കരമായിട്ട് അനിമേഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, ലൈക്ക് ഫാൻറ്റസി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ലൈക്ക് എന്താ പറയുക, എനിക്ക് ഈ ഒരു എനർജി ടാപ്പിൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് വരുന്നത്. ലൈക്ക് നിങ്ങൾ വിഷമം വരുമ്പോഴേ നിങ്ങൾ ഒരു കാരണം തിരക്കുക, എന്ത് സന്തോഷിക്കാനുള്ള ഒരു കാരണം പറയും. സോ സംഹൗ യു ലവ് ടു ബി ഇൻ ഹാപ്പിനെസ്. നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊരു ഹാപ്പിനെസ്, ഒരു സമാധാനമാണ് നിങ്ങൾ കൊടുക്കുന്നത്. സോ സംഹൗ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നുണ്ടായിരിക്കും ലൈക്ക് നീ വരുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് വർക്ക്. ഈ പൈൽ ഒരു ഹീലറിൻ്റെ പൈലാകാം, ഡോക്ടേഴ്സ് സംഹൗ റിലേറ്റഡ് ടു ഹീലിംഗ്. നിങ്ങൾ ഹീലിംഗ് മൊഡാലിറ്റിയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് ആകാം, അല്ലെങ്കിൽ ആ ഹീലർ ആവാൻ ആഗ്രഹിക്കുന്ന പൈലാകാം. ആൻഡ് ലൈക്ക് യു ആർ വെരി ക്രിയേറ്റീവ് ആൻഡ് കളർഫുൾ. എനിക്ക് റെയിൻബോൻ്റെ കളറാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എനർജി. സോ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ്, ലവ്, റീയൂണിയൻ്റെ ഒരു എനർജിയാണ് വരുന്നത്. സോ ബോത്ത് പൈലിലും ഒരു യൂണിയൻ എനർജി ഉണ്ടായിരുന്നു. ഈ പൈലിൽ കൂടുതൽ റീയൂണിയൻ്റെ ഭയങ്കരമായിട്ടുള്ള ചാൻസസ്, ലൈക്ക് റെയിൻബോ കളറാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജീസ് ഭയങ്കരമായിട്ട്. ബിക്കോസ് ലൈക്ക് ലൈഫിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ലൈക്ക് ഓക്കെ, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് മൈ ലൈഫ്, ബിക്കോസ് ഇത് സഫറിങ്, ഇതെനിക്ക് ഇഷ്ടമില്ല എൻ്റെ ലൈഫ് എനിക്ക്. ബിക്കോസ് സംഭവം എനിക്ക് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഓർമ്മ. സംഭവം നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഫണ്ണി ക്ലിപ്സ് കണ്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് നിങ്ങൾ കൂടുതലും ഇങ്ങനെ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ സാഡ്നെസ്സിൽ വന്നിരിക്കുന്നത്. സോ എപ്പോഴും ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ എന്താ പറയുക, ലൈക്ക് ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവും ക്രിയേറ്റീവായിട്ടുള്ള എനർജീസാണ്. മേ ബി നിങ്ങൾക്ക് സ്റ്റമക്ക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണം സംഭവം നിങ്ങളുടെ പവർ നിങ്ങൾക്ക് പോകുന്ന പോലെ തന്നെ. ലൈക്ക് സ്റ്റമക്ക് ഇഷ്യൂസ് ഉണ്ട് ഈ പൈൽ നമ്പർ 2കാർക്ക്, സ്റ്റമക്ക് ഇഷ്യൂസ് ഉണ്ട്. മേ ബി കോൺസ്റ്റിപ്പേഷൻ, മേ ബി ലൂസ് മോഷൻ, ഓവർ ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം, ഇൻഡൈജഷൻ്റെ പ്രോബ്ലം, ദഹനക്കേടിൻ്റെ ബുദ്ധിമുട്ട്, സംഭവം നിങ്ങൾക്ക് പവർ ഇല്ലായ്മ. ലൈക്ക് ഈ ഒരു പൈലുകാരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് വട്ടം അവർ തെളിയിച്ചിട്ടുണ്ട് അവർ വിശ്വസനീയ യോഗ്യമല്ല. എന്നിരുന്നാലും നിങ്ങൾ അവിടെ നിന്ന് പാഠം പഠിക്കുന്നില്ല. സോ പ്ലീസ് അങ്ങനെ ചെയ്യരുത്. സംഭവം നിങ്ങളെ ബിട്രേ ചെയ്യുന്ന എനർജി അതുകൊണ്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് മേ ബി അഡിക്ഷൻ ഇഷ്യൂ ഉണ്ടാകാം ഈ പൈൽ നമ്പർ 2കാർക്ക്. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫുഡിലേക്കായിരിക്കാം ആശ്രയിക്കുന്നത്. ഫുഡ് കഴിക്കുക, വിഷമം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഒരു കൺട്രോളും ഇല്ല നിങ്ങൾക്ക് ഫുഡിൽ. ആൻഡ് ലൈക്ക്
ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ്റെ പ്രശ്നമുണ്ട്. സോ പ്ലീസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ആൻഡ് സംഹൗ മണിപ്പൂരൊക്കെ ചക്ര വളരെ ബ്ലോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈഫിനെ വളരെ ക്രിയേറ്റീവായിട്ട് കണ്ടിട്ടും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ പവർ ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് യു ഡോണ്ട് നോ ദ പവർ ഓഫ് യു. ബിക്കോസ് സംഹൗ കൂടുതലും ആൾക്കാർ നിങ്ങൾ മിസ്യൂസ് ആണ് ചെയ്തിട്ടുള്ളത്. യു ആർ എ ഗിവർ, ഡോണ്ട് ഓവർ ഗിവ് എനി വൺ. ഓക്കെ, സോ യെസ്, ഈ ഒരു എനർജിയാണ് എനിക്ക് പൈൽ നമ്പർ 2യുടെ ഇമേജിൽ ഫീൽ ആയത്. സോ ഞാൻ ഒന്നുകൂടെ ഒന്ന് യെസ്, ആൻഡ് യു ആർ വെരി വെരി കൈൻഡ് മെഡിറ്റേഷൻ. യെസ്, സോ ബ്യൂട്ടിഫുൾ എനർജി ആണെങ്കിലും ബട്ട് ഈ ഒരു എനർജി ലൈക്ക് പിങ്ക്. സോ യാ, സോ നൗ മൂവിങ് ടു ഈ പൈൽ നമ്പർ 2ന് ഇപ്പം എന്താണ് ബുദ്ധ കോൺഷ്യസ്നെസ് പറയാനായത്. കറണ്ട് അവർ എനർജീസിനെ പ്ലീസ് സ്പിരിറ്റ് ഗൈഡ്സ്, സ്പിരിറ്റ് ടീംസ്. സോ കണ്ടീഷനിങ്, നിങ്ങൾ കണ്ടീഷനിങ് തച്ചടക്കാൻ വന്ന ആൾക്കാരാണ്. സോ എനിക്ക് വീണ്ടും ലൈക്ക് ക്രൗൺ ചക്ര ഭയങ്കര ആക്റ്റീവാണ്. നിങ്ങളുടെ സംഹൗ ഓവർ ആക്റ്റീവ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് വിവിഡ് ഡ്രീംസ് വരാം. സോ ഗ്രൗണ്ടിങ്ങിൻ്റെ അത്യന്താപേക്ഷിതമാണ്. ഞാൻ ഇങ്ങനെ നോക്കാൻ കാരണം ഈ സൈഡിലാണ് ഞാൻ ഇമേജ് വെച്ചിരിക്കുന്നത്. ഞാൻ ലാപ്പിൽ ഇമേജ് തുറന്ന് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ നോക്കാത്തത്. സോ പ്ലീസ് it's so don't compare yourself because you are like a sun. You are like sun. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾക്ക് ചുറ്റും ചിലപ്പം ആൾക്കാർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ അത്രയും ഭയങ്കര അസൂയുള്ള ആൾക്കാരാണ്. ബിക്കോസ് നിങ്ങളുടെ ചാംനെസ്, ഇറ്റ് മീൻസ് ആൾക്കാരോട് എന്താ പറയുക, എത്ര എന്ത് വന്നിട്ടും നിൽക്കുന്ന നോക്ക്, പകരുന്നില്ലല്ലോ. നിങ്ങളുടെ ലൈറ്റ് അത്രയും ഷൈൻ ചെയ്താണ് നിങ്ങൾ വരുന്നത്. എനിക്ക് വരുന്ന ഫീലിംഗ് എനർജി ഉണ്ടല്ലോ, എത്ര വലിയ ഒരു പ്രശ്നം വന്നിട്ടും നിങ്ങളുണ്ടല്ലോ പതരാതെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ മുഖത്ത് ആ ചിരി പോയിട്ടില്ല. സോ ആൾക്കാർ ലൈക്ക് ഹൗ ഇറ്റ് പോസിബിൾ, എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഇത്രയും സ്ട്രഗിളിലൂടെ വേണ്ടിയിട്ടും. അവൻ അല്ലെങ്കിൽ അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ, അവൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഭയങ്കര. സോ ആൾക്കാരിങ്ങനെ തകർച്ച കാണാതിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നൊരു മറുപടി വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. നിങ്ങളുടെ ആ സ്മൈൽ, ബിക്കോസ് ഈ പൈൽ നമ്പർ 2 സ്മൈൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ ലൈക്ക് നിങ്ങളൊന്നും മറക്കാറില്ല, പക്ഷെ നിങ്ങളത് വെച്ചിട്ട് മനസ്സ് വെച്ച് പെരുമാറാത്തൊരു പൈലാണ്. വളരെ ലവിങ് എനർജിയാണ്. ബട്ട് ആൾക്കാരൊക്കെ ആലോചിക്കും ഞങ്ങളൊക്കെ ആണെങ്കിൽ തകർന്നു വേണം. ബട്ട് ലുക്ക് ആ ലൈക്ക് എനിക്ക് വിഷമവും വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ സ്നേഹത്തിന് ഒരുപാട് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. You don't get that love from anyone. Now it's time to love yourself. Okay, so fine. The mirror. Okay, so അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ഡാർക്ക്നെസ്സിലൂടെ നിങ്ങളുടെ ലൈറ്റ് വേണം. ലൈക്ക് the rebel. You are a rebel. പ്രൊജക്ഷൻ, ഞാൻ പറഞ്ഞില്ല മിറർ റിഫ്ലക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ. മെച്യൂരിറ്റി, ഫോർത്ത് കാർഡ് ന്യൂ വിഷൻ, ഷെയറിങ്, ബോട്ടം ഓഫ് ദ ഡെസ്ക്, ട്രാൻസ്ഫോർമേഷൻ. ലൈക്ക് ബുദ്ധൻ്റെ ആ ഒരു ഇമേജിനെ കറക്റ്റ് എന്താ മിറർ ചെയ്യുന്നൊരു ഇമേജാണ് വന്നത്, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ദ മിറർ. സോ ഓവറോൾ എനർജി നിങ്ങളുടെ ദ മിററിൻ്റെ എനർജിയാണ്. ലൈക്ക് നിങ്ങൾ ആരോടും പറഞ്ഞാൽ പറ്റില്ലേ, ഈ പൈലുകാർ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നെങ്കിലും സംഹൗ വിക്ടിം കോൺഷ്യസിലുള്ള ആൾക്കാരാണ്. സംഹൗ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ കൂടുതൽ വിക്ടിമാണ്. കാരണം ബിക്കോസ് സംഹൗ നിങ്ങളും നിങ്ങളുടെ എനർജി അല്ല കേട്ടോ, നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ സോൾ അങ്ങനെയല്ല, നിങ്ങളും അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടവും അല്ല. പക്ഷെ സംഹൗ നിങ്ങളുടെ കൈൻഡ്നെസ്സിനെ ആൾക്കാർ അവർ വിക്ടിമായിട്ട് അവർക്ക് ആ എനർജി കിട്ടാറുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന്. സോ നിങ്ങളപ്പം നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു പൈലാണ് പൈൽ നമ്പർ 2. ഇമോഷണലി ആൻഡ് ലവിങ്, സ്നേഹത്തോടെ നിങ്ങളെ കീഴടക്കാൻ പറ്റും. സ്നേഹത്തോടെ മാത്രമേ നിങ്ങൾ ആർക്കും എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഭയങ്കര എന്താ പറയുക,
ലൈക്ക് ക്യൂൻ ഓഫ് വോൺസ് ക്യൂൻ ഓഫ് വേർഡ് പോലാണ്. കട്ട് ടു ദ പോയിന്റ്. നിങ്ങൾക്കുള്ള കാര്യം ഉള്ളതുപോലെ മുഖത്തടിച്ച് പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ സ്നേഹത്തോടെ മാത്രമേ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ അതിലും വലിയ ദേഷ്യക്കാരായി മാറും. പക്ഷേ നിങ്ങൾക്ക് പിന്നീട് വിഷമം വരും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആയത് എന്താണ്, ഇമോഷണലി നിങ്ങളെ വ്യക്തിമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യം ഇങ്ങനെ ചെയ്ത് വാങ്ങിക്കുക. സോ ദ മിഷർ നിങ്ങൾക്ക് ചുറ്റുമുള്ള മിസറിയിലുള്ള ആൾക്കാർ. സോ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ വിഷമത്തോടെ വന്നിരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എപ്പം വിഷമം വന്നാലും നിങ്ങളുടെ ഹാപ്പിനെസ് ഇങ്ങനെ തിരക്കി നടക്കുന്നൊരു പൈലാണ്. സോ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒന്നെങ്കിൽ ഹാപ്പിയുള്ള ഇങ്ങനെ സന്തോഷമുള്ള മൂവി കാണുക. ലൈക്ക് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ട്രാജഡി ഉള്ള മൂവീസ് കാണുന്നു. സോ ആടുജീവിതം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്, ഹോണ്ട് ചെയ്ത് കാണും ആ ഒരു ആടുജീവിതം മൂവി കണ്ടവരല്ലേ, ബുക്ക് വായിച്ചു. സോ അങ്ങനെ മിഷറിയിലുള്ള എന്തെങ്കിലും കാര്യം, വിഷമപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ കഴിവതും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനാണ് പതിവ്. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ കൂടുതൽ വിക്ടിം മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ ലൈറ്റും എവിടേക്കും അങ്ങനെയായി മാറും. ബട്ട് ഈ ഒരു ലൈറ്റാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ സോളിൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് ഇറ്റ്സ് ടൈം നോ ഇറ്റ്സ് എ നോ ബിഗ് നോ. ആൻഡ് ഇനി ഇറ്റ്സ് ടൈം ടു ബി ദ റിബൽ. ലൈക്ക് റിബൽ ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളെല്ലാവരും ആ ഒരു രീതിയിലല്ല. ടേക്ക് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. കാരണം ആൾക്കാർ ഫോർ ഗ്രാൻറ്റഡ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കൈൻഡ്നെസ്സിനെയും ഇന്നോസെൻസിനെയും ആൻഡ് നിങ്ങളുടെ ആ ഒരു ഓണസ്റ്റിനെ എല്ലാവരും ഫോർ ഗ്രാൻറ്റഡ് ആണ് എടുത്തിരിക്കുന്നത്. ലൈക്ക് ദേ ആർ നോട്ട് എന്താ പറയുക, വാല്യൂയിങ് യുവർ എനർജി, വാല്യൂയിങ് യുവർ സെൽഫ്. ലൈക്ക് ചുറ്റുമുള്ള ആൾക്കാരൊന്നും നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല. സംഹൗ മേ ബി ഈ പൈൽ നമ്പർ 2കാർ മഹാവതാർ ബാബാജീൻ്റെ ഭയങ്കര മേ ബി ഡിവോട്ടി ആയിരിക്കാം, ഫോളോവർ ആയിരിക്കാം, ഓർ ലഹരി മഹർഷിയുടെ ഫോളോവർ ആയിരിക്കും. സംഹൗ ഗുരുവിൻ്റെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളൊരു ഗുരുവിൻ്റെ സെർച്ചിലാകാം. സോ സംഹൗ മഹാവതാർ ബാബാജി, ലഹരി മഹർഷിയ നിങ്ങളെ എവിടെയോ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗുരുവിൻ്റെ എനർജി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. സംഹൗ ഗുരുവിൻ്റെ ഒരു കാർഡും ഇല്ല. എന്നിരുന്നാലും കാരണം ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഒരു ഗുരു, ഇറ്റ്സ് ബിക്കോസ് നിങ്ങളുടെ ഏറ്റവും ട്രാൻസ്ഫോർമേഷൻ എനർജിയിലൂടെയാണ്, ഒരു ടൈം പീരീഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്, ബി ദ റിബൽ. സോ ആൾക്കാർക്ക് തോന്നുക യു ആർ എ റിബൽ, നിങ്ങൾ മറ്റുള്ള, ബിക്കോസ് യു ആർ ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ചെമ്മരിയാടായിരിക്കാം നിങ്ങൾ, മീൻസ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ. ബിക്കോസ് നിങ്ങൾ മറ്റുള്ളവരെ പോലല്ല, നിങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കണം നീ എന്താ ഇങ്ങനെ, കുടുംബത്തിൽ എല്ലാവരും ചോദിക്കണം ഇവൻ എന്താ ഇങ്ങനെ ഇപ്പം, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ ഇപ്പം, ഇവളെപ്പോഴും സ്വപ്ന ലോകത്ത്. സോ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് എപ്പോഴും ഹാപ്പിയാണ്, കളർഫുള്ളാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വിഷമമുള്ളത്, ഞാൻ വിഷമിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ല. സോ സംഭവം ആൾക്കാർ പറയുന്നത് ഓള് ദിവാസ്വപ്നം കാണില്ല, ഇവൻ ദിവാസ്വപ്നം, പിന്നെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, നിങ്ങൾ ഏത് ലോകത്താണ്, ഈ ലോകത്തൊന്നും അല്ലേ എപ്പോഴും ആൾക്കാരിങ്ങനെ ഇതാക്കാറുണ്ട്. സോ സംഭവം നിങ്ങളുടെ ഒരു ഇമാജിനേറ്റീവ് വേൾഡാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈക്ക് യു ലവ് ദിസ് വേൾഡ്, ഈ വേൾഡിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരുടെ കയ്യിൽ ഇഷ്ടം പോലെ എന്താ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ലൈക്ക് ആ സോഫ്റ്റ് നേച്ചർ എല്ലാവരും കണ്ടല്ലോ. സോ സംഹൗ സോഫ്റ്റ് നേച്ചർ വന്നപ്പം ആൾക്കാർ നിങ്ങളുടെ ആ നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലും നിങ്ങൾ ആദരിക്കുന്നതിലും ഉപരി അവർ എന്താ പറയുക ഫോർ ഗ്രാൻറ്റഡ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ബിൽഡ് എ ബൗണ്ടറി, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. എന്നിട്ട് റിബൽ ഇൻ ദ സെൻസ് ടേക്ക് സ്റ്റാൻഡ്. ലൈക്ക് മനസ്സിലായില്ല, ഈ ഒരു ചെയിൻ കണ്ടോ, ഈ ചെയിനൊക്കെ പൊട്ടിച്ച് നിങ്ങളുടെ ഒരു എനർജിയിലേക്ക്, ലൈക്ക് ഫയർ എലമെൻറ്റിലേക്ക്, ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്റ്റമക്കിലാണ് ഫയർ എലമെൻറ്റ് ഇരിക്കുന്നത്, ലൈക്ക് മണിപ്പൂരക ചക്രയിലാണ് നമുക്ക് ഫയർ എലമെൻ്റ് ഉള്ളതാണ്, അതാണ് നമുക്ക് പവർ ഫീൽ ചെയ്യുന്നത്. സോ സംഹൗ നിങ്ങൾക്ക് വയറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. സോ ദ കാർഡ്സ് ആർ ലൈക്ക് സെയിങ് യെസ്. സോ നിങ്ങളുടെ ഉള്ളിലെ പവറിനെ റീഗെയിൻ ചെയ്യുക. ഇറ്റ്സ് ടൈം ടു കോൾ ഇൻ യുവർ ഇന്നർ പവർ. ലൈക്ക് സ്ട്രെങ്ത് കാർഡ് 8ാമത്തെ കാർഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ ടാരോ കാർഡിൽ സ്ട്രെങ്ത് കാർഡാണ്. സോ ലൈക്ക് മാസ്റ്റർ യുവർ ഇന്നർ ഡീമൻസ്. മേ ബി നിങ്ങൾ റിവലായി എന്തെങ്കിലും ഇപ്പം കടുപ്പിച്ച് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ പിന്നീട് പോയിട്ടില്ല, നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പോലും നിങ്ങൾ പോയി സോറി വാങ്ങിക്കും, സോറി പറയാറുണ്ട്
ഇപ്പോൾ ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്കാണ് റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ സംഭവം നിങ്ങൾ അവരോട് ഡയറക്റ്റ് ആയി പറയും ഇന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പോലും ഈവൻ ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, പാരൻസിൻ്റെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇങ്ങനെ അവരെ കളയാൻ പറ്റത്തില്ല. ഏതൊക്കെ ആൾക്കാരുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുറ്റം അല്ലെങ്കിൽ പോലും പോയി സോറി വാങ്ങിക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് എ റോങ്. കാരണം ഇറ്റ്സ് ടൈം ടു പുട്ട് എ ബൗണ്ടറീസ്. ഈ നോ പറയേണ്ടടുത്ത് നോ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് തന്നെ പറയുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് അഭിപ്രായം രേഖപ്പെടുത്തുക തന്നെ ചെയ്യുക. ആൻഡ് ദ തേർഡ് കാർഡ്, the third card is the projection. So everyone is projecting you. നിങ്ങൾക്ക് ചുറ്റും ഗുഡ്നെസ് ആണ്, പീസ് ആണ്, ലവ് ആണ് ആൾക്കാരെ തരുന്നതെങ്കിൽ ഇറ്റ്സ് എ സൈൻ ലൈക്ക് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു വൈബ്രേഷനാണ് നിങ്ങൾ ലൈക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാണ്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാണ്, നിങ്ങളെല്ലാവരും ലവ് ചെയ്യാണ്, ലൈക്ക് ദേ ആർ ഇൻ എ പീസ്. മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് പീസ്ഫുൾ ആണ്, ജോയ്ഫുൾ ആണ്, ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് എ സൈൻ ദാറ്റ് യു ആർ നിങ്ങളുടെ ഇന്നർ റിയാലിറ്റി അതാണ്, ഹാപ്പിനെസ്, ജോയ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങളിപ്പം ടാപ്പ് ഇൻ ചെയ്തിരിക്കുന്ന എനർജി ആ ഒരു ഹാപ്പിനെസ്, ജോയ്, പീസ്ഫുൾ ആണ്. ആൻഡ് അതർ സൈഡ് ഓഫ് ദാറ്റ് ഈസ് ലൈക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു വിഷമത്തിലുള്ളതും, അല്ലെങ്കിൽ ദേഷ്യം, നിങ്ങൾക്ക് ദേഷ്യം വരണം, അല്ലെങ്കിൽ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യാണ്, ലൈക്ക് നിങ്ങളെ ട്രിഗർ ചെയ്യാണ്, മറ്റുള്ളവർ വന്ന് നിങ്ങൾ ചൂഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യും, എന്തുകൊണ്ട് എനിക്കിതുണ്ടായി, ഈവൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളിൽ കാണുന്ന നന്മയും ഒരാളിൽ കാണുന്ന തിന്മയും ഒക്കെ നിങ്ങളുടെ പ്രൊജക്ഷൻ ആണ്. അവരിലൂടെയാണ് നിങ്ങളുടെ ഇന്നർ ഷാഡോസിനെ നിങ്ങൾക്ക് ഈശ്വരൻ കാണിച്ചു തരുന്നത്. സോ ട്രീറ്റ് ദം ലൈക്ക് എ പ്രൊജക്ഷൻ, ലൈക്ക് റാദർ ദാൻ അവരെ തിരുത്താൻ പോകാതെ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുക, സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക, സെൽഫ് കോൺടെംപ്ലേറ്റ് ചെയ്യുക. സോ സംവൺ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു, ലൈക്ക് എനിക്കിപ്പോൾ വന്നൊരു ബുദ്ധൻ്റെ സ്റ്റോറിയാണ്, ലൈക്ക് സഫറിങ് ഈസ് എ ചോയ്സ്. ലൈക്ക് നമുക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ, ഇൻസിഡൻസിനെ അല്ലെങ്കിൽ സങ്കടത്തെ ഒന്നും നമുക്ക് തടയാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു അമ്പ് ചെയ്തു നിങ്ങളുടെ കാലേ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ അമ്പ് കൊണ്ട് നിങ്ങളുടെ കാലയിൽ അമ്പ് കൊണ്ടപ്പം നിങ്ങൾ അമ്പ് ചെയ്തത് ആരാണ്, എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് അമ്പ് ചെയ്തത് എന്ന് നോക്കോ, അതോ ആ അമ്പിനെ കണ്ട് ആ പെയിനിൽ നിന്ന് റിലീഫ് ആവാനാണോ നോക്കുന്നത്? നമ്മൾ ശരിക്കും ഇതിനെപ്പറ്റി ഒരു ആത്മവിചാരം ചെയ്യേണ്ട ഒരു സമയമാണ്. ബിക്കോസ് നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ അടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് പോവുക, അമ്പിനെ കളയുക, ആൻഡ് ആ മുറിവിൽ മരുന്ന് പുരട്ടുക, മീൻസ് അതിനെ പരിചരിച്ച് അതിൻ്റെ മുറിവിനെ മാറ്റുക. നമുക്ക് എപ്പോഴും പോയി നോക്കേണ്ട ആവശ്യമില്ല മുറിവ് ഉണങ്ങിയോ എന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മളൊരാൾ ഹേർട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന രീതി നമ്മൾ ചെയ്യാൻ നോക്കും. നമുക്ക് ആൻസർ കിട്ടത്തില്ല. സോ നമ്മളൊക്കെ ആ തോട്ട്സിൻ്റെ പുറകെ പോയിട്ട് വീണ്ടും ചകഞ്ഞ് ആ മുറിവിനെ നമ്മൾ വീണ്ടും ആഴത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ സംഭവം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. സോ വാട്ട് എവർ ആ പേഴ്സൺ എന്തിനാണ് പറഞ്ഞതിലുപരി എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ വന്നത്, അയാൾ ദേഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. സോ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യം തന്നെ പെടണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എതിരെ ഒരാൾ തെറ്റായ ആരോപണമാണ് നടത്തുന്നത്, അത് മിണ്ടാതെ കേട്ടോണ്ടിരിക്കുകയല്ല. സോ നിങ്ങൾ അതാണ് പറഞ്ഞത്, റിബൽ എന്ന കാർഡും വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ടൈം ആണെങ്കിൽ ജസ്റ്റ് ടേക്ക് യുവർ സ്റ്റാൻഡ്. അതർവൈസ് നിങ്ങളുടെ വെർദിനെസ്സിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടക്കരുത്. നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് നിങ്ങൾ ബെഗിങ് സ്റ്റേജിലേക്ക് വരരുത്. മനസ്സിലായില്ലേ? സോ ബെഗിങ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്നും തോട്ട്സ് വരുവാണ് എന്തുകൊണ്ടാണ്, ലൈക്ക് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളെ റിജക്ട് ചെയ്തു, അല്ലെങ്കിൽ അബാൻഡൻ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ. സോ ഡോണ്ട് ട്രൈ ടു പ്രൂവ് യുവർ ഡിവൈൻ മാസ്കുലിൻ ഓർ ഫെമിനിൻ ദാറ്റ് യു ആർ വർതി ഓഫ് ലവ് ഓർ ദ ടൈം. നിങ്ങൾ അങ്ങനെ ഡിവൈൻ മാസ്കുലിനെ ഫെമിനിനെ ലൈക്ക് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്കരുത്. ലൈക്ക് എന്നോട് സംസാരിക്കും, ഞാൻ വളരെ നിൻ്റെ ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ ഞാൻ ഡിവൈൻ ഫെമിനിൻ ആണ് നിൻ്റെ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാതെ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ മാസ്കുലിൻ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഫെമിനിൻ അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങളെ പ്രയോറിറ്റി ചെയ്യുന്നില്ല. സോ സംഹൗ യു ആർ നോട്ട് പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ്. സോ ലൈക്ക് എന്തുകൊണ്ട് അവൻ ചെയ്യുന്നതിലുപരി അല്ലെങ്കിൽ അവൾ ചെയ്യുന്നതിലുപരി എന്തുകൊണ്ടാണ് ഈ ഒരു സർക്കംസ്റ്റാൻസ് എനിക്ക് വന്നത്, മനസ്സിലായില്ലേ? സോ ആ ഒരു ചോദ്യത്തെ
നിങ്ങളിലേക്കാണ് ഈ ഒരു വൂണ്ട് നിങ്ങളാണ്. സോ അത് ആ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് ലൈക്ക് നിങ്ങളുടെ വേണ്ടിയിട്ട് നിങ്ങൾ റിജക്റ്റഡ് അവസാനം നിങ്ങൾക്ക് റിജക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓക്കെ ഐ എം ഫൈൻ. സോ ലെറ്റ് ഹിം ലേൺ ഹിസ് ലെസൺ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൻ അല്ലെങ്കിൽ മാസ്കുലിൻ എന്താണ് ഈശ്വരനോട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ. യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്. ലൈക്ക് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് ഐ ആം അക്സെപ്റ്റിംഗ് മൈസെൽഫ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഫീലിംഗ് റിജക്ഷൻ ഐ ആം അക്സെപ്റ്റിംഗ് മൈസെൽഫ്. ഫീലിംഗ് അബാൻഡൻ ഐ ആം അക്സെപ്റ്റിംഗ്. ഞാൻ എന്നോടൊപ്പം ഉണ്ട്. ആൻഡ് യു ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് സെക്യൂരിറ്റി. ഈ ഒരു നിമിഷം മൊത്തം ലൈക്ക് നമ്മുടെ മൂലാധാര ചക്ര റിലേറ്റഡ് ടു സെക്യൂരിറ്റിയാണ്, സേഫ്റ്റിയാണ്. സോ നിങ്ങൾക്ക് സെക്യൂരിറ്റി സേഫ്റ്റി കൊടുക്കുകയാണെങ്കിൽ യു ഡോണ്ട് നീഡ് എനി വൺ. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് കാർഡ് ഈസ് ദ മെച്യൂരിറ്റി. ഇറ്റ്സ് ടൈം ടു സം ലൈക്ക് ഈ പൈലുകാർ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ളവരാണ്. സോ ഇറ്റ്സ് ടൈം ടു ഹാവ് മെച്യൂർ ചോയ്സ്, മെച്യൂരിറ്റി. ബിക്കോസ് സംഭവം നിങ്ങൾ കുട്ടികളെ പോലെ അവർ ശരിയാവും. നമ്മൾ ചെറിയ പാരൻസ് നമ്മൾ ചെറിയ കുട്ടികളുടെ പ്രശ്നം എന്താണ്, കുട്ടികളുടെ മനസ്സിലുള്ള ആൾക്കാർ എന്താണെന്നറിയോ, അവരിപ്പം നന്നാകും, കുഴപ്പമില്ല, ഒരു ചാൻസും കൂടെ കൊടുക്കുക. ഞാൻ സ്നേഹിച്ചു പോയില്ലേ, അല്ലെങ്കിൽ ഓക്കെ എൻ്റെ ഫ്രണ്ട് അല്ലേ, സാരമില്ല, അറിയാണ്ട് പറ്റിയില്ല, നമ്മൾ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യും. അത് അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ, അവർ ചെയ്തത് തെറ്റായിരിക്കും, നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നമ്മൾ സാരമില്ല, ഒരു ചാൻസും കൂടെ കൊടുക്കാം, ഇങ്ങനെ ഒരു ചാൻസും കൂടെ കൊടുക്കാം, അങ്ങനെ ഒരു ചാൻസ് കൂടെ കൊടുത്ത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും അവർ മാറത്തില്ല. സോ നിങ്ങൾക്ക് നല്ല വിഷമം. പക്ഷെ നമ്മൾ എവിടെയോ ആ കുട്ടീനെ കൺവിൻസ് ചെയ്യും. ആ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞു, ആ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല. So somehow it's time to take a mature decision rather than wasting your time and energy on something or someone. നിങ്ങൾക്ക് എന്താ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഓണർ ചെയ്യാത്ത ആൾക്കാർക്ക് എടുത്ത് നിങ്ങൾ ടൈം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തിട്ടോ കാര്യമില്ല. ഓക്കെ, ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പ് ഓൺ അല്ലെങ്കിൽ മൂവ് ഓൺ ഫ്രം സംവൺ ഓർ സംതിങ് ദാറ്റ് ഈസ് ട്രിഗറിങ് യു. നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, ലൈക്ക് നിങ്ങൾ അത്രയ്ക്ക് വിഷമിച്ചു. ഇറ്റ് ടൈം ടു ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് മെച്യൂർലി ബിഹേവ് ചെയ്യാൻ. മെച്യൂരിറ്റി മീൻസ് അവനവൻ്റെ ഫീലിങ്സിനെ ഫീൽ ചെയ്യാത്തതല്ല മെച്യൂരിറ്റി. മെച്യൂരിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ട്. വൈ യു ആർ ഫീലിംഗ്, വൈ യു ഹാവ് ദിസ് സാഡ്നെസ്, വൈ യു വാണ്ട് ടു ക്രൈ, അല്ലെങ്കിൽ വൈ യു വാണ്ട് ടു ഷൗട്ട്, അല്ലെങ്കിൽ വൈ യു വാണ്ട് ടു എക്സ്പ്രസ് യുവർ ആങ്കർ. എന്തിന് ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് സങ്കടപ്പെടുന്നു, ഇതിനെ കരച്ചിൽ വരുന്നു, ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് മീൻസ് യു ആർ മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ ഫീലിങ്സ്. നിങ്ങൾ മെച്യൂരിറ്റീൻ്റെ അർത്ഥം അതാണ്. ലൈക്ക് നമുക്കറിയാം എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ്, എന്താണ് എൻ്റെ ഇമോഷൻ, അവയർനെസ് ഉണ്ടാകുന്നതാണ് മെച്യൂരിറ്റിയുടെ ഒരു മെച്യൂരിറ്റീൻ്റെ എനിക്ക് ഫീൽ ആയ ഒരു കാര്യം. മെച്യൂരിറ്റീൻ്റെ അർത്ഥം അതാണ്. അല്ലാതെ വിഷമത്തിലും ഐം ഓക്കെ എന്ന് പറയുന്നതല്ല മെച്യൂരിറ്റി. അത് ഫൂളിഷ്നെസ് ആണ്. ലൈക്ക് നമ്മളൊരു കുഞ്ഞു കുട്ടി നമ്മളോട് ഒന്ന് പറയുക, അമ്മ അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ ചേച്ചി, ചേട്ടാ എനിക്കിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഓ ഡോണ്ട് ക്രൈ, പ്ലീസ് കരയരുത്, ബി സ്ട്രോങ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അല്ലല്ലോ, നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ, പോട്ടെ മോളെ അല്ലെങ്കിൽ പോട്ടെ മോനെ, എന്താണ് ഇത് പ്രശ്നം, ഓക്കെ. നമ്മൾ അവരെ അടുത്ത് പോയി അവരെ സമാധാനിപ്പിക്കും, അവർക്ക് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണ് അവരുടെ മൂഡിനെ മാറ്റാൻ നോക്കും. അതാണല്ലേ നമ്മൾ അത്ര. അപ്പോൾ അല്ലാതെ ആ കുട്ടീനോട് പോയി മെച്യൂറായിട്ട് ഇരിക്കാനാണോ പറയേണ്ടത്? സോ ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. സോ ഡോണ്ട് ഡു ഇറ്റ് ടു യുവർ സെൽഫ്. നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളോട് ചെയ്യുന്നത്. സോ ട്രീറ്റ് ലൈക്ക് എ ചൈൽഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വന്ന് നിങ്ങളോട് സങ്കടത്തോടെ പറയുമ്പോൾ നിങ്ങൾ പറയത്തില്ലല്ലോ ബി ബ്രേവ് എന്ന് പറയാതെ, നിങ്ങളത് കേൾക്കും, സാരമില്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ, വിഷമിക്കേണ്ട എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് പറയില്ല. അതുപോലെ നിങ്ങളുടെ ഇന്നർ സെൽഫിനോട്, ഇന്നർ ചൈൽഡിനോട് നിങ്ങളിങ്ങനെ പറയുക. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത് card is the vision. The vision card is like you have a vision in your mind or soul. It's try to embrace it. അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ ഓൾഡ് സെൽഫിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യുകയാണ്. ആൻഡ് യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ ടൈം സോണിൽ ചെയ്യാണ്. എങ്ങനെ സ്റ്റെപ്പ്, നിങ്ങളുടെ ന്യൂ വിഷൻ എന്ന് വെച്ചാൽ മേ ബി പൈലുകാർ നിങ്ങളുടെ സോൾ പർപ്പസിൻ്റെ ഒരു അവേക്കനിങ്ങിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൊജക്ഷൻസ് എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്ന റിബൽ, നിങ്ങൾക്ക് ടേക്ക് പവർ ബാക്ക് ബിക്കോസ് ഈ ഒരു പൈൽ നമ്പർ 2കാർ മേജർലി ഒരു സോൾ പർപ്പസ് അവേക്കനിങ്ങിലൂടെ അല്ലെ എർത്ത് മിഷൻ അവേക്കനിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി സോ മച്ച് ഓഫ് ഡാർക്ക്നെസ് വരുന്നത്. ഈവൻ നിങ്ങൾ ഭയങ്കര ഒരു കുഞ്ഞു കുട്ടികളെ പോലെ ഇന്നർ ചൈൽഡ് നിങ്ങളുടെ മോസ്റ്റ് പ്യുവറസ്റ്റ് ഫോം ആണെങ്കിൽ പോലും യു ആർ മെന്റ് ടു ഡു എ സ്ട്രോങ് മിഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മിഷൻ ഒരുക്കും. ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ഷെയറിങ് യുവർ ഗിഫ്റ്റ്സ്.
sharing your gifts, whatever you have. Because ഈ പൈലുകാർ ഹീലേഴ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ ഈ കാണുന്ന വ്യൂവേഴ്സ് മേ ബി ഹീലേഴ്സ് ആണ്, ഹീലർ ആവാൻ ആഗ്രഹിക്കുന്നതാണ്, ടാരോ കാർഡ് റീഡിങ് പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് മൊഡാലിറ്റി സ്പിരിച്വൽ ടൂളുമായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടാകാം. സോ മ്യൂസിക്, നമ്മൾ പാട്ട് പാടുന്നവരാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ ഹീലിംഗ്, ആൻഡ് ഡാൻസർ ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ ഹീലിംഗ് ഫോർ അതേഴ്സ്. സോ വാട്ട് എവർ മേ ബി യു ആർ, ബിക്കോസ് ഇറ്റ്സ് നിങ്ങളുടെ സോൾ പർപ്പസ് അവേക്കനിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നത്. ബിക്കോസ് യു ആർ ലൈക്ക് എ ഫീനിക്സ്. നിങ്ങളാർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇത്രയും സന്തോഷിച്ചിട്ട് എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഹാറ്റ്സ് ഓഫ് യു പൈൽ നമ്പർ 2, ഹാറ്റ്സ് ഓഫ്. ഓക്കെ, സോ ബിക്കോസ് യു ആർ സ്റ്റെപ്പ്, നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ എംബ്രേസ് ചെയ്യണം. നിങ്ങൾ ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു. ഇറ്റ്സ് ഓൾ അബൌട്ട് ബിക്കമിങ് ദ വേസ്റ്റ് വേർഷൻ ഓഫ്. രണ്ട് പൈലിലും റീയൂണിയൻ്റെ ഒരു ചാൻസ് ഉണ്ട്. ഈ പൈലിൽ കുറച്ചും സ്ട്രോങ് കളർഫുൾ ആയിട്ട്, ബിക്കോസ് റെയിൻബോ കാർഡ് എനിക്ക് ഫീൽ ആയിരുന്നു. ഈ കാർഡിലും റെയിൻബോ എനർജി ഉണ്ട്. ഈ കാർഡിൻ്റെ നമ്പറിൽ റെയിൻബോ എനർജീസ് ഉണ്ട്. ഇത് മിസറി കാർഡാണെങ്കിൽ പോലും. ആൻഡ് ഈ കാർഡിലും മെച്ചോറിറ്റി കാർഡിലും റെയിൻബോ എനർജി. സോ എനിക്കാൻ പറ്റില്ല, 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ആയത്. സോ ഇറ്റ്സ് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. സോ ഈ ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മുൻകരുതുകൾ, അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക്നെസ്സിലൂടെ, ഈ ഒരു ടൈം പീരീഡിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ഹാവ് യുവർ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് റീക്ലെയിം യുവർ പവർ ബാക്ക്. ബിക്കോസ് പവറിൻ്റെ പ്രശ്നമുണ്ട് ഈ പൈലുകാർക്ക്. ആൻഡ് you are stepping into your soul purpose, earth mission, new vision, sharing the gifts. So beautiful energies. And bottom of the deck ആണ് transformation. So നിങ്ങൾ ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിൽ പോവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ലൈക്ക് ഇറ്റ്സ് സോ ദ മെജീഷ്യൻ കാർഡിൻ്റെ എനർജിയാണ് ഫീൽ ആയത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫീനിക്സ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കയ്യിൽ വോൺസ് ഉണ്ട്, ലൈക്ക് ഈ ഗ്യാങ് എനർജി, എവറിത്തിങ് ഈസ് ബാലൻസിങ്. സോ യു ആർ ഗോയിങ് ത്രൂ എ soul purpose awakening, earth mission awakening, like നിങ്ങളുടെ ഡിവൈൻ സെൽഫിലേക്ക് വരും. ലൈക്ക് നിങ്ങളുടെ ഡ്രീംസ് ഒരുപാട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് റൈറ്റ്, നിങ്ങളുടെ ഡ്രീംസിനെ എഴുതുക. ലൈക്ക് ഭയങ്കര എൻലൈറ്റ്മെൻ്റ് ആണ് എനിക്ക് ഫീൽ ആകുന്നത്. ലൈക്ക് കുണ്ടലിനി എനർജി, നിങ്ങൾ കുണ്ടലിനി മെഡിറ്റേഷൻ അല്ലെങ്കിൽ കുണ്ടലിനി അങ്ങനെ ഉള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ലൈക്ക് ഇറ്റ്സ് ദ പൈൽ ഓഫ് യുവർ ഹീലർ നിങ്ങളുടെ കയ്യിൽ. ലൈക്ക് ആൻഡ് നിങ്ങൾ ചിലപ്പം പാമ്പിനൊക്കെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് മീനിങ് ലൈക്ക് ചില സമയത്ത് പാമ്പ് നമ്മുടെ ഡാർക്ക്നെസ്സിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്ട്. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു ഫീലാണ് എനിക്ക് പാമ്പിനെ കൊണ്ടുവരുന്നത്. ലൈക്ക് സംഹൗ ഈ പൈലുകാർ മേ ബി പാമ്പിനെ പേടിയായിരിക്കാം. സോ ഇറ്റ്സ് സംഹൗ നിങ്ങളെ ഡ്രീംസിൽ ഇത് വരുന്ന ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ഓൾഡ് സ്കിന്നിനെ ഷെഡ് ചെയ്യാനും പറയുന്നുണ്ട്. ആൻഡ് സ്നേക്ക് ഇസ് റിലേറ്റഡ് യുവർ കുണ്ടലിനി ശക്തി. സംഹൗ നിങ്ങളുടെ കുണ്ടലിനി ശക്തി അവേക്കൻ ആവാൻ ആഗ്രഹിക്കുകയാണ്. വിത്തൗട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, ബട്ട് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. വെൻ യു ഹാവ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ കുണ്ടലിനി അവേക്കനിങ് പ്രോസസ്സിനെ അത് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇഫ് യു ഹാവ് ഹാഡ് എ sexual contact with your twin flame, or a physical contact with your twin flame, like physical, I mean sexual connection with your twin flame, then it's a sign that you are in the നിങ്ങൾക്ക് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ട്വിൻ ഫ്ലെയിമുമായിട്ട്, then it's a clear sign നിങ്ങളുടെ കുണ്ടലിനി ആക്ടിവേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് സോ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. സോ നിങ്ങളുടെ ചക്രാസിലുള്ള മേജർ ബ്ലോക്സിനെല്ലാം ആ എനർജീസ് പ്യൂരിഫൈ ചെയ്യും. കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷനാണ്. സംഹൗ ഈ പൈൽ നമ്പർ 2 കാർഡിൻ്റെ ലാസ്റ്റ് ബർത്ത് ആകാം. ഇങ്ങനെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പ്രോപ്പർലി ഇത് പറയാൻ പറ്റത്തില്ല. സംഹൗ ഭയങ്കര അവേക്കൻഡ് ആയിട്ടുള്ള സോളും കൂടാണ്. സോ ഫീനിക്സ് എനർജിയാണ്. ലൈക്ക് നിങ്ങൾക്ക് സംഹൗ ക്രൗൺ ചക്രയിൽ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഉണ്ടാകുന്നതാകാം. നിങ്ങൾക്ക് ചിലപ്പം കാലിൽ പെരുപ്പ് ഉണ്ടാകുന്നത്. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെ ഉണ്ട്. സോ പ്ലീസ് ചെക്ക് യുവർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കളക്റ്റീവ് റീഡിങ്ങിൽ എന്തോ വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ലൈക്ക് സോ എനിക്ക് ഫീൽ ചെയ്യുന്ന എനർജീസ് അങ്ങനെയാണ്. സോ നിങ്ങളുടെ തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര വളരെ ആക്റ്റീവാണ്. ഗ്രൗണ്ട് ദാറ്റ് എനർജീസ്.
സോ ഓവർ സ്റ്റിമുലേറ്റഡ് ആയാലും പ്രശ്നമാണ്, വിവിഡ് ഡ്രീംസ് വരും. ആൻഡ് നിങ്ങൾക്ക് ചിലപ്പം വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, വിയേർഡല്ല, സോ ബിക്കോസ് ടൈം ട്രാവൽ ചെയ്യാൻ ആഗ്രഹമായിരിക്കാം, സോൾ പ്രൊജക്ഷൻ ചെയ്യാൻ ആഗ്രഹമായിരിക്കും. ലൈക്ക് സോൾ പ്രൊജക്ഷൻ എന്നാണോ പറയുന്നത്, നമ്മുടെ ആത്മാവിനെ ഇല്ലേ, ഇങ്ങനെ സോൾ പ്രൊജക്ഷൻ അങ്ങനെ എന്തോന്ന് പറയാൻ തോന്നുന്നു, അത് ഓർമ്മ വരുന്നില്ല. ലൈക്ക് ടാക്സി വാല എന്നുള്ള വിജയ് ദേവരകൊണ്ടൊരു മൂവിയുണ്ട്, ലൈക്ക് എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഉള്ള താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ചെയ്യരുത്. സോ ബിക്കോസ് അത് സോൾ പ്രൊജക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ അതിനെ പറ്റി സ്റ്റഡി ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങളത് പഠിക്കുക, അല്ലാണ്ട് ചെയ്യാൻ നോക്കരുത്. ആൻഡ് സംഹൗ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ സോള് ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ഉറക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടാവാം, മേ ബി ടൈം ട്രാവൽ ചെയ്ത് നിങ്ങൾ 20 ഫിലിമിനെ കണ്ടിട്ടായിരിക്കാം നിങ്ങളുടെ സോള് വരുന്നത്. So somehow there is a big transformation, major transformation all about your purpose, soul purpose, your earth mission, the transformation ആണ് ഞാൻ ഫീൽ ആവുന്ന എനർജി. സോ ഇറ്റ്സ് ലൈക്ക് ആ ഒരു ബുദ്ധേൻ്റെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നൊരു എനർജിയാണ്. ഞാൻ കുറച്ച് കാർഡ് എടുത്തുള്ളൂ, അപ്പം നമുക്ക് നോക്കാം ഈ കാർഡിൻ്റെ എനർജീസ് എന്താണ് പറഞ്ഞത് അടുത്തൊരു. സോ പൈൽ നമ്പർ 2ൻ്റെ ഇനിയുള്ള ബാക്കിയുള്ള എന്തൊക്കെയാണ്. Depend on God for positivity. Clear your mind. Depend God on positivity and clear your mind. So pile number 1ലും clear your mind വന്ന കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളോടും പറയുന്നതല്ലേ clear your mind, മിസറിയിൽ നിന്ന് വിക്ടിം നിന്നും പുറത്തിരുക. സോ ഫസ്റ്റ് കാർഡ് നമ്മൾ പറഞ്ഞുള്ള ഡിപ്പെൻഡ് ഓൺ ഗോഡ് ഫോർ പോസിറ്റിവിറ്റി, ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഡിവൈൻ ടു അവോയ്ഡ് നെഗറ്റിവിറ്റി ഇൻ യുവർ ലൈഫ്, പ്രേ ടു യുവർ ഡിവൈൻ ഫോർ സപ്പോർട്ട്. സോ ഈശ്വരനോട് കൂടുതൽ സപ്പോർട്ടിനെ ക്ലെയിം ചെയ്യുക, ഈശ്വരനിൽ കൂടുതൽ അഭയം പ്രാപിക്കുക, ധ്യാനിക്കുക. ആൻഡ് എല്ലായ്പ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഈശ്വരനിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റിസോഴ്സ് ഈശ്വരനാണ്, നിങ്ങൾക്ക് എല്ലാം തരുന്നത്. ഇപ്പം നിങ്ങളൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ ജോബ് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയല്ല, ഈശ്വരന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സാലറി തരുന്ന ഈശ്വരാണ്, അതിനൊരു മാധ്യമം മാത്രമാണ് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാണെങ്കിൽ ആ ബിസിനസ് ഈശ്വരന് വേണ്ടിയാണ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയത് ആ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്ത് തന്നെ ഈശ്വരൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയാണ്. നിങ്ങൾ കൊടുക്കുന്ന എനർജി ഈശ്വരൻ്റെയാണ്, നിങ്ങൾ കിട്ടുന്ന എനർജിയും ഈശ്വരൻ്റെയാണ്. അപ്പം സോ ഇറ്റ്സ് ഓൾ എല്ലായ്പ്പോഴും ഈശ്വരനിൽ മാത്രം അഭയം പ്രാപിക്കുക. ആൻഡ് എല്ലായ്പ്പോഴും ഈശ്വരനെ ശ്രമിക്കാൻ. ഗോഡ് ഈസ് ലവിങ് യു. ഇവിടെയും യെല്ലോ കളർ ഒരു കളറാണ് എനിക്ക് ഫീൽ ആവുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. സോ സംഹൗ ഇറ്റ്സ് ഓൾ അബൌട്ട് സോളർ പ്ലെക്സസ്. ആൻഡ് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതായിരിക്കും, യോഗ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ക്ലിയർ യുവർ മൈൻഡ്. Now it's time to stepping into your power. Clear your mind from any negative thoughts or belief system that no longer work for you. Because ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇനി ബിലീഫ് സിസ്റ്റത്തിനെതിരെയാണ്, നിങ്ങളുടെ ബിലീഫിനെതിരെയാണ് നിങ്ങൾ പോരാടാൻ പോകുന്നത്. ആൻഡ് റീക്ലെയിം പവർ ബാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെയാണ് ആദ്യം നമ്മൾ തച്ചുടയ്ക്കുന്നത്. എന്നാലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ശരി എന്താണ് തെറ്റ്. നിങ്ങൾ സൊസൈറ്റികളുടെ ശരിയിൽ പോകാതെ നിങ്ങളുടെ ഇന്നർ ട്രുത്തിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുക ആൻഡ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ this is the conclusion of reading. So hope ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പ്ലീസ് നിങ്ങൾക്ക് വേണ്ട എനർജീസിനെ മാത്രം ക്ലെയിം ചെയ്യുക, വേണ്ടാത്തതിനെ ഡിസ്കാർഡ് ചെയ്യുക. ആൻഡ് ഇനി നിങ്ങളുടെ മനസ്സ് പറയാം 2 പൈലും കാണണമെങ്കിൽ ആൻഡ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് പ്ലീസ് കണക്ട് വിത്ത് ദ കാർഡ്. ഓൾവേസ് കണക്ഷൻ ബിൽഡ് ചെയ്യുക. എന്നിട്ട് ഒരു മെഡിറ്റേറ്റ് ചെയ്ത് ഫ്യൂ മിനിറ്റ്സ് നമ്മൾ അങ്ങനെ ഒരു സെഷൻ കൂടെ വെക്കുന്നുണ്ട് ഇപ്പം. സോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു കാർഡ് സെലക്ഷൻ ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു. ബൈ.